എത്ര വലിയ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത്. ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ അംബാനിയുടെ വീട്ടിൽ ചെന്നിട്ട്, വീട്ടിലെന്ന് വെച്ചാൽ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേ ചെല്ലട്ടെ, അതാ വീടിൻ്റെ അകത്തല്ല, ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി എത്രത്തോളമാണോ അതിൽ നിന്ന് അവനെ എക്സ്ട്രാ ഒന്നുകൂടി പുഷ് ചെയ്യുമ്പോഴാണ് അവൻ്റെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്ത് സംഭവിക്കുക. ബിസിനസ് ഓണേഴ്സിൻ്റെ ഇമോഷൻ വേറെ ഏതൊരു ആൾക്കും മനസ്സിലാവില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ മലയാളി ബിസിനസ് ഓണേഴ്സുമായിട്ടാണ്. അവർ ഡിസിഷൻ എടുക്കുന്നത് ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിലല്ല, ട്രെയിനർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്ത് പഠിക്കാൻ കിട്ടിയാലും എല്ലാം പോയിരുന്ന് പഠിക്കലല്ല ബിസിനസ് ഓണറിന്റെ പണി. ഗോള് യഥാർത്ഥ ഗോളാവണമെങ്കിൽ, അച്ചീവബിൾ ആയിട്ടുള്ള ഗോളായി മാറണമെങ്കിൽ, അത് ബിസിനസ്സിലായിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ, എന്തൊക്കെയാണ് അതിനെ കോറായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അതെന്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. 11x 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. യെസ്, സോ 11x കമ്പനി എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് അല്ലേ? അതെ അതെ. എന്താണ് ശരിക്കും 11x എന്ന് പറയുന്നതിലൂടെ മീൻ ചെയ്യുന്നത്? യെസ്, ഈ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്താണ് 11x എന്നുള്ളത്. ആക്ച്വലി 11x എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 11x എന്ന് പറയുമ്പോൾ ഗ്രോത്ത് 11 മടങ്ങ് നമ്മളുമായി കണക്ട് ചെയ്യപ്പെടുന്ന ഏതൊരു ബിസിനസ് ഓണറിനെയും അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വലിനെയും അവർ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ ഒരു 11x എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മളൊരു 10 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറയും നമ്മളൊരു 10 പുഷപ്പ് എടുക്കണം അല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ 10 എന്ന് പറയുന്ന ഒരു റൗണ്ട് ഫിഗറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞതിന് ശേഷം ഒരു +1 കൂടി ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 10+1 അതാണ് 11 എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്ട്രാ മൈലാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം, ഒരാളുടെ മാക്സിമം കപ്പാസിറ്റി 10 പുഷപ്പ് ആണെങ്കിൽ അവിടുന്ന് ആ ഒരു +1 കൂടി ഇടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു മസിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് ലെവല് അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി എത്രത്തോളമാണോ അതിൽ നിന്ന് അവനെ എക്സ്ട്രാ ഒന്നുകൂടി പുഷ് ചെയ്യുമ്പോഴാണ് അവൻ്റെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്ത് സംഭവിക്കുക. അപ്പോൾ 10+1 ആണ് ആക്ച്വലി 11. എക്സ്ട്രാ മൈൽ, എക്സ്ട്രാ എഫോർട്സ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. ഓക്കെ. സോ അരുൺ സാറിൻ്റെ ഇപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ 10ന് ഒരു എക്സ്ട്രാ മൈൽ പോകുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ലീഡ് ചെയ്യപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എവിടെ നിന്നാണ് ശരിക്കും ഈ ഒരു ജേണിയുടെ തുടക്കം? ഓക്കെ, അജയ് ചോദിക്കുന്നത് എൻ്റെ ഈ ഒരു കോച്ചിങ്ങിലേക്ക് വരുന്ന ജേണി എന്താണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. യെസ്, ശരിക്കും നോർമലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ഈ സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്ന വലിയൊരു കാര്യം എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്നത് പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നു, പ്രത്യേകിച്ച് +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് റിയലായിട്ട് ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു സ്വപ്ന ലോകത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൽ പല മാഗസീൻ, ഇപ്പോൾ ബിസിനസ് മാഗസീനൊക്കെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു മാഗസീൻ എന്ന് പറയുന്നത് ധനം മാഗസീനാണ്. അപ്പോൾ ധനത്തിൽ ക്രിസ് ഗോപാലകൃഷ്ണനും നാരായണമൂർത്തിയും ഹസീം ഹാഷിം പ്രേംജിയും ഒക്കെ പോലുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള IT കമ്പനി ഓണേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും കരുതി ഇങ്ങനൊരു IT സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ആ സമയത്ത് ബിൽഗേറ്റ്സ് ലോകത്തിലെ നമ്പർ 1 കോടീശ്വരനായിട്ട് ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ബിൽഗേറ്റ്സിൻ്റെ ഒരു മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് അരുൺ വിക്രം അതിൻ്റെ മുകളിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്താൽ തീരാവുന്ന കഥയാണല്ലോ എന്ന് നമുക്ക് ഒരു ലോകത്തിലൊരു കോടീശ്വരനെ സമ്മാനിക്കാമോ എന്നൊക്കെ ഞാൻ അന്ന് കരുതിയിരുന്നു. അപ്പോൾ മണ്ടത്തരമാണ് ഉറപ്പായിട്ടും അന്നത്തെ ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത്. പക്ഷേ ആ ഒരു സ്പാർക്കിൽ നിന്ന് തുടങ്ങിയൊരു ജേണിയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ അജയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കാരണം. ഓക്കെ. അപ്പോൾ അതിനുള്ളിൽ ഏതൊക്കെ റോളിലൂടെ അരുൺ സാർ യഥാർത്ഥത്തിൽ കടന്നു പോയിട്ടുണ്ട്? ഇപ്പോൾ ഈ ഞാൻ ട്രെയിനിങ്ങിലേക്ക്, കോച്ചിങ്ങിലേക്ക്, കൺസൾട്ടിങ്ങിലേക്കൊന്നും വരണം എന്ന് ആ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ
പല ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മിസ്റ്റർ മധു ഭാസ്കർ, മധു സാറിൻ്റെ പ്രോഗ്രാമൊക്കെ 15 വയസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് വളരെ ഡീപ്പായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ടൈഗർ സന്തോഷ് നായർ എന്ന് പറയുന്ന സ്മാർട്ട് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി ബോംബെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയൊക്കെ ഈ 15-ാം വയസ്സിൽ മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അവിടെ പൊതുജനമിത്രം വായനാശാലയുണ്ട്. അപ്പോൾ അദ്ദേഹം യുറേക്ക ഫോബ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റോറിയൊക്കെ അന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നമുക്ക് അറിയില്ല നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതൊന്നും. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു വളരെ ഡെപ്തിലുള്ള ഒരു സ്പാർക്ക് ഒരു പക്ഷേ ലൈഫിൽ ഒരുപാട് അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ ജേണി തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ബിൽഗേറ്റ്സിൻ്റെ സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ +1 +2 കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടാനുള്ള പോസിബിലിറ്റി കേരളത്തിൽ നോക്കി ഞാൻ. അപ്പോൾ അവിടെ മാത്സിന് എനിക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കുറവുണ്ടായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേരളത്തിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടുകാരൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് തമിഴ്നാട്ടിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഒരു സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേണി ആയിരുന്നു. കാരണം 6ാമത്തെ സെമസ്റ്ററിൽ പഠിക്കേണ്ട മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 6ാമത്തെ സെമസ്റ്ററിലെ സബ്ജക്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ ഫസ്റ്റ് സെമ്മിൽ പോയി ലൈബ്രറിയിൽ പോയിരുന്ന് വായിച്ച് പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഒരു എന്താ പറയുക നോർമൽ ആളെ പോലെ അല്ല കണ്ടിരുന്നത് സത്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരുന്നു ലൈഫും പോയിട്ടുണ്ടായിരുന്നത്. കാരണം വളരെ പെട്ടെന്ന് ഞാൻ റിയലൈസേഷനിലേക്ക് വന്നു. നമുക്ക് ഈ ബിൽഗേറ്റ്സിനെ ബീറ്റ് ചെയ്യാൻ പോയിട്ട് എൻജിനീയറിംഗ് പഠനം കഴിഞ്ഞ് നല്ല ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ അതിലും ഏറ്റവും നല്ല ഹൈ പേയിങ് സാലറീഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലും ഒരു വിദൂര സ്വപ്നമാണ് എന്നുള്ളത് എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സ് പഠിച്ചിറങ്ങിയ ആളുകളുടെ ലൈഫ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു പഠന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും ലൈഫിൽ നമ്മളൊരു മീഡിയോക്കറായിട്ട് നിന്നാൽ പോരാ, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ജേണിയിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അജയോട് സംസാരിക്കുമ്പോഴും എന്താണ് ആ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ നോക്കിയ സമയത്ത് എങ്ങനെയാണ് ആളുകൾ രക്ഷപ്പെടുക എന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ആളുകൾ ബിസിനസ് ചെയ്തും അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ നിന്നുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻകത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റുക. എവിടെയോ ഏതോ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ശിവഖേരയുടെ ബുക്ക് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. 2 ബുക്സ് ഉണ്ട് അദ്ദേഹത്തിന്, യു ക്യാൻ വിൻ ആൻഡ് യു ക്യാൻ സെൽ. ഈ 2 ബുക്കും ഞാൻ ഈ പഠന സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനോടുള്ള ഒരു താല്പര്യവും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഡ്രീമർ ഉണ്ടായിരുന്നത് കൊണ്ട്, സ്വപ്നം കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ മുതൽ ഞാൻ തമിഴ്നാട്ടിൽ പാർട്ട് ടൈമായിട്ട് ഡയറക്റ്റ് സെല്ലിങ്, സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ കിട്ടുന്ന സമയത്ത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. തമിഴ്നാട്ടിൽ അറിയാമല്ലോ നമുക്ക് എന്താണ് മലയാളം മാത്രം പഠിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് ഒരു നോർമൽ സ്കൂളിൽ പഠിച്ച് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ചെന്നിട്ട് വേറെ ലാംഗ്വേജിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ നമ്മളെ പുഷ് ചെയ്തു. രാവിലെ 6 മണിക്കൊക്കെ എണീറ്റ് നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് തമിഴിൻ്റെ ഡോറ് ചെന്ന് മുട്ടുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ കോളറിൽ പിടിച്ചിട്ട് തമിഴിനെ ഇറക്കി വിട്ട എക്സ്പീരിയൻസൊക്കെ തന്നെയാണ് നമുക്ക് ഈ തൊലിക്കെട്ടി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാക്കി തന്നത്. ഓക്കെ, അവിടുന്ന് തീർച്ചയായിട്ടും സെയിൽസ് വളരെ ഡെപ്തിൽ പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ നമ്പർ ഓഫ് ബുക്സ് വായിക്കുമായിരുന്നു. ട്രെയിനിങ് പ്രോഗ്രാംസുകൾ തമിഴ്നാട്ടിൽ നിന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങോട്ട് വരും, നമ്മുടെ കൊച്ചിക്ക് വന്നിട്ട് പല പ്രോഗ്രാംസുകളൊക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പല ഇപ്പോൾ അജയ് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. ഞാൻ അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്യണോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അജയ് പഠനം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ അവർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും പോകുന്നു. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഈ ബിസിനസ് ചെയ്യണമെന്ന് പറയുന്ന ആഗ്രഹം ഭയങ്കര തീവ്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ വീഡിയോ പുറത്തു വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കാരണം എൻ്റെ പേരൻസ് പോലും അറിയാത്ത ചില സ്റ്റോറീസ് എനിക്കുണ്ട്. ഞാൻ വീട്ടിൽ പറഞ്ഞു HCL കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടി. കാരണം കമ്പ്യൂട്ടർ സയൻസ് ആണ്. HCL അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ബോംബെക്ക് പോകണം. ബോംബെയിലാണ് പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് വീട്ടിൽ വരാനുള്ള സമയമില്ല. എനിക്ക് തമിഴ്നാട്ടിൽ ട്രിച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ട്രിച്ചിയിൽ നിന്ന് ഡയറക്റ്റ് എനിക്ക് ബോംബെക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് സിറ്റി എന്ന് പറയുന്നത് ബോംബെയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയണം, നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ ബോംബെക്ക് കയറി. ഞാനായാലും ആദ്യം ബോംബെ കാണുന്നത് ഞാൻ 10th കഴിഞ്ഞിട്ട് ഒരു വെക്കേഷന് വേണ്ടിയിട്ട് പോയപ്പോഴാണ്. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ പുറം ലോകം കണ്ടിട്ടില്ല. അതായത് കേരളത്തിന് പുറമെ അങ്ങനെ ഊട്ടിയിൽ മാത്രമാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോംബെ കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, മൈൻഡ് ഓപ്പൺ ആയത് അത്ര കണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അരുൺ സാറിൻ്റെ ആ സമയത്ത് കൺസെപ്റ്റിൽ ഉണ്ടായിരുന്ന ബോംബെയും കാണുന്ന ബോംബെയും തമ്മിൽ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ എപ്പോഴും സിനിമയിലൊക്കെ പറയുന്നത് പോലെ നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിനാരിയോ ഉണ്ട് അവിടെ. രണ്ടാമത് നമുക്ക് തീർച്ചയായിട്ടും റിച്ച്നെസ്സിൻ്റെ ഒരു പീക്ക് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും ഉണ്ട്. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു നേത്രാവതി എന്ന് പറയുന്ന ട്രെയിനിൽ നമ്മൾ ഈ 10-24 മണിക്കൂർ യാത്ര ചെയ്ത് പോവാണ്. അപ്പോൾ പൻവേൽ ഒക്കെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഔട്ടർ മുംബൈ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഈ സ്ഥലത്തേക്ക് തന്നെയാണോ ഞാൻ വരേണ്ടത് എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് HCL ഞാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും HCL വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവിടെ എനിക്ക് സ്റ്റേ എനിക്ക് അവിടെ കിട്ടി. എനിക്ക് അതായത് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. നമ്മുടെ അത്യാവശ്യം പവായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എനിക്ക് സ്റ്റേ ഉള്ളത്. അപ്പോൾ അത് അത്യാവശ്യം റിച്ച് ഏരിയ ആണ്. പവായിൽ ഉള്ള ആ ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ എനിക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്. ഓക്കെ, പിന്നെ ഫുഡിനുള്ള ഒരു അവിടെ ഉള്ളതുകൊണ്ട് ഷെയർ ചെയ്ത് നമുക്ക് കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ പാർട്ട് ടൈം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ബാക്കപ്പ് ഫണ്ടും ചെറുതായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ആദ്യത്തെ ഒരു കുറച്ച് 2-3 മാസത്തെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബസ്സിലും കയറി കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാം മാസത്തിൽ. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലോക്കൽ ട്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ പരിപാടി ഈ ട്രെയിനിൽ കയറുക, ബസ്സിൽ കയറുക, കുറേ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. ലാംഗ്വേജ് ഒന്നും അറിയില്ല, ഹിന്ദിയൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും സെയിൽസിൽ വർക്ക് ചെയ്ത ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ചോദിച്ച് ലാലേട്ടൻ പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞു പോകാന്നുള്ള രീതിക്ക്. അപ്പോൾ നമ്മുടെ അംബാനിയുടെ വീട്ടിൽ ചെന്നിട്ട്, വീട്ടിലെന്ന് വെച്ചാൽ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേ ചെന്നിട്ട്, അതായത് വീടിൻ്റെ അകത്തല്ല, ചെന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇതുപോലൊരു വീട് പണിയണമല്ലോ എന്ന് പറയുന്ന, അതായത് ഈ നമ്മളിങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന യുവത്വം, നമുക്ക് ഇത് പറ്റും എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയിൽ ചിന്തിക്കുന്ന സമയമാണ്. തോട്ട്സിനൊരു ലിമിറ്റില്ല ചെയ്യും. അങ്ങനെ നമ്മളൊരു നോക്കി നിൽക്കുക. അത് ഗ്രാൻഡ് റോഡ് വെസ്റ്റ് സൈഡിലാണ് ഈ നമ്മുടെ മുകേഷ് അംബാനിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു വീട്. അപ്പോൾ അങ്ങനെ നിൽക്കുക. അപ്പോൾ ജസ്ലോ ഹോസ്പിറ്റലാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ ഇടയ്ക്ക് ആളെ കാണും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മിനിമം ഒരു ബെൻലിയോ അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സോ അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കാർ ഉണ്ടെങ്കിൽ ഞാൻ റോഡ് ക്രോസ് ചെയ്യുള്ളൂ. ഇഷ്ടംപോലെ കാറുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ റെഡ് സിഗ്നൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ക്രോസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള കാശ് തീർന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ആഹാരം കഴിക്കണം, ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഷെയർ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു BPO സെൻറ്ററിൽ നമ്മൾ ജോബിന് കയറി. ഓക്കെ, അതേസമയം പാരലലി പല ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പഠിക്കുക, ഈ ലോകം എന്താണെന്ന് അറിയുക, നമ്മൾ സാധാരണ ആളുകൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെ എനിക്ക് പെട്ടെന്ന് ആ ഒരു റിച്ച്നെസ്സിലേക്ക് എത്തണം എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് സ്വയം നമ്മളെ ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നത് ട്രെയിനിങ്സിൽ നിന്നോ അല്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ, അതോ നമ്മൾ യാദൃശ്ചികമായിട്ട് പോയിട്ട് എത്തിപ്പെടുന്നതാണോ? യാദൃശ്ചികം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബുക്സ് വായിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ഏജിലുള്ള ആളുകളായിട്ടല്ല അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് സ്വപ്നം കാണുന്ന ആളുകളെ എനിക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തോ നേടാൻ പറ്റും എന്ന് പറയുന്ന ഒരു ബിലീഫ് അത് എങ്ങനെയോ കയറിക്കൂടി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് അതിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബോംബെയിൽ ഇരിക്കുന്ന സമയത്ത് BPOയിൽ ജോലിക്ക് കയറി.
നൈറ്റ് 3 മണി വരെയൊക്കെയാണ് ഷിഫ്റ്റ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ റൂമിൽ വരും, കുറച്ച് നേരം കിടന്നുറങ്ങും, വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അളിയൻ വിളിച്ചിട്ട് പറയാണ്, HCL ജോബ് നിനക്കുണ്ടല്ലോ, എനിക്കറിയാം നിനക്കിപ്പോൾ വലിയ സാലറി ഒന്നും ഇല്ല എന്നുള്ളത്, പക്ഷെ നീ പേടിക്കണ്ട, ആളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് HCL ടോപ്പ് പൊസിഷനിൽ നിൽക്കുകയാണ്, അപ്പോൾ ആ എംപ്ലോയി കോഡ് ഒന്ന് തന്നാൽ മതി, നിൻ്റെ പ്രൊമോഷൻ ഞാൻ ഏറ്റു എന്ന് പറയാണ്. അപ്പോൾ നമ്മളൊന്ന് കിടുങ്ങി, ഏത് എംപ്ലോയി കോഡ് എടുത്ത് കൊടുക്കും? ഓക്കെ, കാരണം എനിക്ക് HCL ജോലിയില്ല. ഞാനപ്പോൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇവിടുത്തെ ജോബ് കൾച്ചർ ശരിയല്ല, അതുകൊണ്ട് എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട്, എനിക്ക് നാട്ടിൽ വന്ന് സക്സസ്ഫുൾ ആയി എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പേരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്തിട്ട് നേരെ നാട്ടിലേക്ക് വരുന്നൊരു സിനാരിയോ ഉണ്ടായി. കാരണം നമുക്ക് അങ്ങനെ വലിയ ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മളുടെ പ്രായവും ചെറുതാണ്. അങ്ങനെ നാട്ടിൽ വന്ന് ഒരു മാസം വീട്ടിൽ ഈ പഠനശേഷം വീട്ടിലിരിക്കുന്ന ഏതൊരു ആൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പേരൻസിൻ്റേതായിട്ടുള്ള പ്രഷർ, നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കണം, ജോലി വേണം, ഇൻകം വേണം. അതൊരു പക്ഷേ അജയ്ക്കും ആ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ. അതെ, അപ്പോൾ ഇൻകം വേണം. അതെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് അറിയാലോ, അതേസമയം എനിക്ക് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് പോലുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ച ഒരാൾ കൂടിയാണല്ലോ. അപ്പോൾ IT എൻ്റെ കയ്യിലുണ്ട്, അതേസമയം സെയിൽസും എൻ്റെ കയ്യിലുണ്ട്, ഒരു എൻജിനീയറിംഗ് മൈൻഡ് സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. എൻജിനീയറിംഗ് പ്രൊഡക്ട്സുകൾ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയാം. പിന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പോൾ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ആളുടെ ഒരു കമ്പനി ഉണ്ട്, റയോ ലാബ്സ് എന്ന് പറഞ്ഞിട്ട്, മൂവാറ്റുപുഴയാണ് ആ കമ്പനി ഉള്ളത്. അപ്പോൾ ആളെ ഞാൻ ചെറിയ രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഞാൻ അവിടെ സെയിൽസിലൊക്കെ കോളേജ് വിസിറ്റ് ചെയ്യുക, അവരുടെ ഒരു പുതിയ ആപ്ലിക്കേഷനൊക്കെ സെല്ല് ചെയ്യുക എന്ന് പറയുന്ന സപ്പോർട്ട് കൊടുക്കുകയും, അതോടൊപ്പം ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഫിനാൻസ് കമ്പനിയിൽ അവിടെ എക്സിക്യൂട്ടീവായിട്ട് ജോലിക്ക് കയറി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മഹേഷ് എന്നവർ, അവൻ കോളേജിൽ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് ഈ കമ്പനിയിലുണ്ട് ശ്രീരാമിൽ. അപ്പോൾ ആൾ റെഫർ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ അങ്കമാലിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം മൂവാറ്റുപുഴ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം മറ്റേ HCL വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വന്ന് നാട്ടിൽ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചാണ്, ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ വീട്ടിലും നാട്ടിലും അറിയാതെയാണോ അപ്പോൾ? അല്ല, വീട്ടില് ജോലിയുണ്ട് എന്നറിയാം, പക്ഷെ അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഒന്നും ഇല്ല. പക്ഷേ ഓക്കെ, ഞാൻ ഏൺ ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഭയങ്കര ചെറിയ സാലറിയാണ്. പക്ഷേ ഞാൻ ശ്രീരാമിൽ ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂർ നമ്മളുടെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ഇവർ ലോൺ എടുത്തിട്ടുള്ളത് ശ്രീരാമിൽ നിന്നായിരിക്കും. അപ്പോൾ ഇവരുടെ കളക്ഷൻ, പുതിയ ലോൺ ചെയ്യുക, കാറ് അല്ലെങ്കിൽ പുതിയ വെഹിക്കിൾ ലോൺസ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റി. പക്ഷേ വളരെ ആക്റ്റീവായിട്ട് ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്തിരുന്നു. ഓക്കെ, സെയിൽസ് റിലേറ്റഡ് ആണ്, ഒരുപാട് ആളുകളോട് നമുക്ക് സംസാരിക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഗുണ്ടാപ്പണി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാശ് കളക്ട് ചെയ്യണമെങ്കിൽ രാവിലെ 6 മണിക്കൊക്കെ 6:30ക്കൊക്കെ ഈ പറയുന്ന ആളുകളുടെ അടുത്ത് വീട്ടിൽ പോയി ഇരിക്കണം, കാശ് കളക്ട് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഉള്ളിലൊരു കുത്തലുണ്ടാവുമല്ലോ അജയ്. കാരണം എത്ര വലിയ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത്, ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് തമ്മിൽ ഉള്ള ഒരു യുദ്ധം എന്നെ ടോട്ടലി അപ്സെറ്റാക്കി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്ത് പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവുണ്ട്. ഇരിങ്ങോൾ എന്ന് പറഞ്ഞൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഈ പെരുമ്പാവൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉച്ച സമയത്ത് നമ്മൾ ചെറുതായിട്ട് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്തും ഒക്കെ ഇവിടെ പോയിട്ടാണ് ഇരിക്കുക. ആ സമയത്തും എൻ്റെ കൂടെ എന്തുണ്ട്, ബുക്സ് ഉണ്ട്. ഞാൻ വായന നിർത്തിയിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ ഒരു ബുക്ക് ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോഴൊന്നും നമ്മൾ ഒരുപാട് ലോജിക്കൽ മൈൻഡൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തന്നു. അതോടൊപ്പം തന്നെ ഈ ധനം മാഗസീൻ ഞാൻ വായന നിർത്തിയിട്ടില്ല. ഇത് പാരലലി ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സ്വപ്നങ്ങൾ കാണുന്നത് എപ്പോഴും നിർത്തിയിട്ടില്ല. ഞാനൊരു തീരുമാനം എടുത്തു അജയ്, ഞാൻ എന്തായാലും സ്വപ്നങ്ങൾ കാണാൻ എനിക്കറിയാം, എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ച് അങ്ങ് പഠിപ്പിക്കുക. ഒരു എക്സ്പീരിയൻസും ഇല്ല ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകളെ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുള്ളത്. പക്ഷേ ചില സമയത്ത് നമുക്കൊരു തോട്ട് ഉണ്ടാവുമല്ലോ, ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു, ഞാനൊരു ട്രെയിനർ ആവാൻ പോകുന്നു. പെട്ടെന്ന് വരുന്ന ഒരു ഡിസിഷനാണ്. അങ്ങനെ മൂവാറ്റുപുഴ കബനി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഞാൻ പോകുന്നു. കുറച്ച് ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്തു,
ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കാൻ പോകുന്നു എന്നുള്ളത് അവരോട് പറഞ്ഞു. ഒരു 15 ദിവസമേ ഗ്യാപ്പുള്ളൂ. നേരെ ഒരു നോട്ടീസ് ഞാൻ തന്നെ കണ്ടൻറ്റൊക്കെ എഴുതി ഒരു നോട്ടീസ് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ, ഹെൽത്ത് റെഡി ആവണമെങ്കിൽ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ദ ഗ്രേറ്റ് ട്രെയിനർ അരുൺ വിക്രത്തിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ മതി. ഇതാണ് നോട്ടീസിലെ ഉള്ളടക്കം. ആദ്യമായിട്ട് ഒരു സ്യൂട്ട് വാങ്ങുന്നു, സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുക്കുന്നു, നമ്മൾ ഒരു ബ്രോഷറൊക്കെ സെറ്റ് ചെയ്ത് ഇതേ കണ്ടൻറ്റൊക്കെ എഴുതി നമ്മൾ ഫേസ്ബുക്കിലിടുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ തീർച്ചയായിട്ടും ചോദിക്കും, എന്താ നിനക്ക് വട്ടായോ? കാരണം ഇന്നലെ വരെ കണ്ട ആളല്ലല്ലോ, ഇവന് എന്താ പറ്റി? ആളുകൾക്ക് തീർച്ചയായിട്ടും അത്ഭുതമാണല്ലോ. അങ്ങനെ ഈ 15 ദിവസത്തിൽ സെയിൽസ് അറിയാവുന്നതുകൊണ്ട് ആളുകളെ കൂട്ടുക എന്ന് പറയുന്ന ഒരു തോട്ട് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഫോണൊക്കെ വരുമ്പോൾ അരുൺ സാറിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നത് ചെയ്താൽ മതി എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കും. കുറേ കോൾസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആളുകൾ നിറഞ്ഞൊഴുകും. 50 പേരുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്ത സ്ഥലത്ത് ഞാൻ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞ് 100 പേരുണ്ടാവും. അങ്ങനെ പ്രോഗ്രാമിൻ്റെ തലേദിവസം ഞാൻ റിയലൈസ് ചെയ്യാണ്, എന്ത് നാളെ പോയി എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലൂ ഇല്ല. പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. കാരണം കാരണം കാശ് ഭയങ്കര പ്രശ്നമാണ്. ഇത് റിട്ടേൺ എടുക്കണ്ടേ. അങ്ങനെ പക്ഷേ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്തിരുന്നു. എൻ്റെ പ്രോഗ്രാം അന്ന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 1500 രൂപ പെർ ഹെഡ് ഞാൻ ഫീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഒരു മണ്ടത്തരം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഫീസ് കളക്ട് ചെയ്തില്ല. എല്ലാവരോടും അവിടെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പ്രോഗ്രാം ഹാളിലേക്ക് തലേദിവസം ഉറങ്ങാതെ, കാരണം പേടിച്ചിട്ടേ എന്ത് പോയി പറയും എന്നുള്ള പേടിച്ചിട്ട്, ഒരു ചെറിയ ബുക്ക് വായനയും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബിനുജ എന്ന് പറയും, അതുപോലെ നേരത്തെ പറഞ്ഞ മഹേഷും. ഇവർ വന്നിട്ട് എനിക്ക് എന്തോ ഒരു PPT ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ കൊടുത്ത ബുക്സിൻ്റെ കണ്ടൻ്റൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ പ്രോഗ്രാം ഹാളിലേക്ക് കിടക്കുന്നു. അജയ്, ഞാൻ ഇന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഇത്രയും സന്തോഷം അനുഭവിച്ച ഒരു മുഹൂർത്തം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെഞ്ചിടിപ്പോട് കൂടി ആ പ്രോഗ്രാം ഹാളിലേക്ക് കയറുന്ന എനിക്ക് കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞാൽ, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയാം. ഒരാൾ പോലും പ്രോഗ്രാമിന് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ്, പ്രോഗ്രാം ചെയ്യണ്ട. ഓക്കെ, ആശ്വാസമല്ല, ശരിക്കും സന്തോഷം എന്നാണോ പറയാ? ആശ്വാസം, തീർച്ചയായിട്ടും ഒരു നെടുവീർപ്പുണ്ടല്ലോ. ഓ, ഇനി പ്രോഗ്രാം ചെയ്യണ്ടല്ലോ എന്ന് പറയുന്നത്. കാര്യം കാശ് പോയി, പക്ഷെ മാനം പോയില്ലല്ലോ. ഓക്കെ, പക്ഷേ എന്നെ ചതിച്ചുകൊണ്ട് എറണാകുളത്ത് നിന്നൊരു സിജു എന്ന് പറയുന്നൊരു ചേട്ടൻ വരുന്നു. 1500 രൂപ നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ബിനിഷയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇവിടെയല്ലേ പ്രോഗ്രാം നടക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളി കയറിയിരുന്നു. അതിനുശേഷം വേറൊരു കക്ഷി വന്നു. മൂവാറ്റുപുഴ തന്നെയുള്ള ഏതൊരു കച്ചവടക്കാരനാണ്. പിന്നെ വേറൊരു ഹോമിയോ ഡോക്ടറും വന്നു. പുള്ളി പറഞ്ഞു 750 രൂപ തന്നാൽ പോരെ, ഉച്ച വരെയാണ് ഞാൻ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ആൾ പറഞ്ഞത്. അങ്ങനെ 3 പേര് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പ്രോഗ്രാം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പേരൻസിനെ വിളിച്ചു, നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. റയോ ലാബ്സിലെ 14 എംപ്ലോയീസും ഇവിടെ വന്നിരിക്കണം, ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കട്ടാവെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ വന്നിരുന്നു. 14 പേരും ഈ പറയുന്ന 3-4 പേര്. ഞാൻ പ്രോഗ്രാം എടുത്തു. എന്താ സംസാരിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇന്നും എനിക്ക് വലിയ ക്ലൂ ഇല്ല. പക്ഷെ നമുക്ക് ഫോട്ടോ കിട്ടി. ഞാൻ ഫേസ്ബുക്കിലിട്ടു. അങ്ങനെയാണ് എൻ്റെ ട്രെയിനിങ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ടൂളായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ലൈഫ്, ഒരുപാട് ബിസിനസ്സുകളുടെ ട്രാൻസ്ഫോർമേഷൻ, റിയൽ ഗ്രോത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ലായിരുന്നു. ഏതൊരാളും തുടങ്ങുന്ന സമയത്ത് എന്ത് കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും ഒരു പേടിയോടുകൂടിയും, അല്ലെങ്കിൽ ചിലത് മണ്ടത്തരമായിരിക്കാം, ചില തീരുമാനം റൈറ്റ് ആവണമെന്നൊരു നിർബന്ധ ബുദ്ധിയില്ല. ലോജിക്കലി നമുക്ക് എല്ലാം കൺവിൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, തോൽവികൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു റിയലൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് അജയ് എൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള ജേണി തീർച്ചയായിട്ടും കുറച്ച് സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം ഓക്കെ, എനിക്ക് ഇന്നിപ്പോൾ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോഴും. ഓക്കെ, പക്ഷേ 24 വയസ്സിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് മാരി ചെയ്യാനായിട്ടുള്ളൊരു ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എനിക്കുണ്ടായി. കാരണം ആളുടെ മാരേജൊക്കെ ഏകദേശം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഡിസിഷനിലേക്ക് വരാൻ പറ്റിയത് തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം 24 വയസ്സിൽ നമ്മൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് വരുന്നത്. ഒരു സുഹൃത്തുക്കളാണെങ്കിൽ പോലും
എന്താ പറയുക, സുഹൃത്തുക്കളുടെ അപ്പുറത്തേക്ക് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ടോട്ടലി നമ്മുടെ ലൈഫ് ഷിഫ്റ്റ് ആവും. അപ്പോൾ അവിടെ വച്ച് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരി മേടിക്കണം. നമുക്ക് റെഗുലറായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസുകളില്ല, നമുക്ക് വലിയ എമൗണ്ടുകൾ തരാനായിട്ട്. നമ്മളൊരു സ്ഥാപനമായിട്ടാണോ ട്രെയിനിങ്ങിനെ റൺ ചെയ്യുന്നത്? യെസ്. അപ്പോൾ അതിനു മുമ്പ് തീർച്ചയായിട്ടും ഈ ട്രെയിനിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ എനിക്ക് അത്രയധികം ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചതുകൊണ്ട് പോസിറ്റീവ് സർക്കിൾ എന്ന് പറയുന്ന പേരിൽ ഞാനൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു വലിയ സ്വപ്നങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ആ പോസിറ്റീവ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ചില പ്രോഗ്രാംസ്, സ്റ്റുഡൻസ് പ്രോഗ്രാംസ്, മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാംസ്, സെയിൽസ് പ്രോഗ്രാംസ്, ആ സമയം കൊണ്ട് ഞാൻ പഠിച്ചു. ഒരുപാട് ലേണിംഗ് പ്രോസസ്സുകളിലൂടെ ഞാൻ കടന്നുപോയി. ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ കൂടെ കണക്ട് ചെയ്യാനും ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനും ഒരുപാട് സെൽഫ് ലേണിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് റെഗുലർ ആയിട്ടുള്ളൊരു ഇൻകം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ബിസിനസ് ഓണർ സെപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡിഫറെൻ്റ് ആണ്, ബിസിനസ്സിൻ്റെ ഫങ്ഷണാലിറ്റീസ് ഇന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് മാനേജ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കണം, നമുക്ക് കാശ് അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റിയോ മെച്യൂരിറ്റിയോ അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻറ്റ് കൊടുക്കുന്നതിൽ ഉൾപ്പെടെ നമുക്ക് ചലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു ടൈം തന്നെയാണ്. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, വേറൊരു ലൈഫിൻ്റെ ഡിസിഷനിലേക്കൊക്കെ വരേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞു. ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്ന ഒരു നീഡ് അവിടെ വന്നു. അപ്പോൾ ഞാൻ ട്രെയിനിങ് തൽക്കാലം പാർട്ട് ടൈം ആക്കി മാറ്റി വെച്ചിട്ട് ഞാൻ സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോപ്പുലർ വെഹിക്കിൾസ്, നമ്മളുടെ മാരുതിയുടെ ഡീലർഷിപ്പാണ്, കൊച്ചിയിൽ ജോയിൻ ചെയ്തു, മാമംഗലം ജോയിൻ ചെയ്തു. അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഒരു കാറ് വിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും സത്യത്തിൽ നമ്മൾ ഓടിക്കും അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. എനിക്കെപ്പോഴും ഈ ഓട്ടോമൊബൈലിനേക്കാൾ ഇഷ്ടം ആളുകളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക, അവരുടെ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ അവരെ പുഷ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ലൈഫിൻ്റെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സെയിൽസിലേക്ക് ഇറങ്ങി അവിടെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു. ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളിലൂടെ നമുക്കവിടെ കടന്നു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലുള്ള ട്രെയിനർ ഉള്ളതുകൊണ്ട് ഈ സൺഡേ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ പാർട്ട് ടൈമായിട്ട് തന്നെ ട്രെയിനിങ് ഞാൻ എടുക്കാൻ പോകും. മൈൻഡ് പവർ ട്രെയിനിങ്ങും സെയിൽസ് ട്രെയിനിങ്ങും ഒക്കെ ഞാൻ എടുക്കാൻ പോകുമായിരുന്നു. അതിന് ബ്രേക്ക് ഉണ്ടായിട്ടേ ഇല്ല, ഇന്ന് വരെ ആ ഒരു പ്രോസസ്സിന് ബ്രേക്ക് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ട്രെയിനർ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എൻ്റെ അവിടെ നിന്നുള്ളൊരു കരിയർ ഗ്രോത്ത് ഭയങ്കര സ്പീഡായിരുന്നു. നമ്മൾക്ക് അടുത്ത പൊസിഷനിലേക്ക് പോകാൻ പറ്റി. അവിടെ നിന്ന് മാരുതിയുടെ കോർപ്പറേറ്റ് സെയിൽസ് ട്രെയിനർ ആവാനായിട്ട് പറ്റി. അങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴും ഉള്ളിൽ നമുക്ക് എന്തില്ല, ആ ഒരു ഓട്ടോമൊബൈൽ അല്ലല്ലോ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്ന ഒരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഫാമിലിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ സൊസൈറ്റിയിലാണെങ്കിലും നല്ലൊരു അക്സെപ്റ്റൻസ് ഒക്കെ എനിക്ക് കിട്ടി തുടങ്ങിയൊരു സമയമാണ്. കാരണം മാരുതിയുടെ കോർപ്പറേറ്റ് സെയിൽസ് ട്രെയിനർ എന്ന് പറയുന്നത് അത്യാവശ്യം മാനേജ്മെൻറ്റ് പൊസിഷനിൽ നല്ലൊരു വാല്യൂ ഉള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. തീർച്ചയായിട്ടും. അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ സന്തോഷ് സാറിൻ്റെ കമ്പനി സ്മാർട്ട് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിൽ വളരെ കാര്യമായിട്ടുള്ള ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് അവിടെ ഹയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മധുഭാസ്കർ സാറാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, അരുൺ ട്രെയിനിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അരുൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ഈ ഒരു പ്രൊഫൈല് വിട്ട് കളയാന്ന് പറയുന്നത് മണ്ടത്തരമാണ്, ഞാൻ നേരെ എങ്കിലും ഇൻ്റർവ്യൂ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ ചെന്നു. അപ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു ഇൻ്റർവ്യൂ എടുക്കാൻ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഇൻ്റർവ്യൂ. അങ്ങനെ എനിക്ക് ട്രെയിനർ എന്ന് പറയുന്ന പൊസിഷനിലേക്കല്ല എനിക്ക് ആക്ച്വലി അവിടെ സെലക്ഷൻ കിട്ടിയത്. അവിടെ കൺസൾട്ടിങ്, ബിസിനസ് റിവ്യൂ പ്രോസസ്സിലേക്കായിരുന്നു അവർക്ക് അന്ന് ആളെ ആവശ്യം. അപ്പോൾ ഇങ്ങനൊരു ചോയ്സ് ഉണ്ട്, എന്താണ് എടുക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചു. അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം മാരുതി കോർപ്പറേറ്റ് സെയിൽസ് ട്രെയിനർ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഒരു നോർമൽ കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ, ഒന്നാമത് സ്മാർട്ട് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസിയെ കുറിച്ച് കേരളത്തിൽ ബിസിനസ്സുകാർക്ക് കുറച്ച് പേർക്ക് അറിയാമെന്നുള്ളതല്ലാതെ വേറൊരാൾക്കും അറിയില്ലാത്തൊരു സ്ഥാപനം. അതും നമുക്ക് ജോബ് സെക്യൂരിറ്റി എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് വൈഫ് ക്യാരിങ് ആണ്, ഏകദേശം 4 മാസം എക്സ്പെക്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ടഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് അന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇൻക്ലൂഡിങ് വൈഫ് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ആ ഒരു ഡിസിഷനെ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ ആ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു, ക്വിറ്റ് ചെയ്യാം, റിസ്ക് എടുക്കാം. അങ്ങനെ ഞാൻ സ്മാർട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ
എനിക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ജോലിക്ക് കയറിയ ഒരു ഫീലാണ് അന്ന് മുതൽ എനിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം ഒരു പക്ഷേ നമ്മൾ ചെറുപ്പം മുതലേ ഈ ഇൻഡസ്ട്രിയെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം. അവിടെ നിന്ന് എൻ നമ്പർ ഓഫ് കേരളത്തിലെ നമ്മളുടെ മലയാളി ബിസിനസ് ഓണേഴ്സുമായിട്ട് വളരെ ഡീപ്പായിട്ട് അവരുടെ ലൈഫിലൂടെ കടന്നു പോകാൻ, അവരുടെ ബിസിനസ്സുകളിലൂടെ കടന്നു പോകാൻ, അവരുടെ ടീമിലൂടെ കടന്നു പോകാൻ, അല്ലെങ്കിൽ അവർ ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണെന്നുള്ളത് ഇതിനു മുമ്പ് ട്രെയിനിങ്ങിൽ നിന്ന സമയത്ത് പല പ്രോഗ്രാംസുകളും പല ട്രെയിനിങ്സുകളും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും ക്ലോസ് ആയിട്ട് എനിക്ക് ബിസിനസ് ഓണേഴ്സായിട്ട് ഇടപഴകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തീർച്ചയായിട്ടും ആ ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്തപ്പോൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ 5th ബാച്ചിലെ റെസ്പോൺസിബിലിറ്റി ടോട്ടലി എനിക്കാണ്. ഒരു 10-20ഓളം ബിസിനസ് ഓണേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗ്രാജുവേഷൻ സെറിമണി ഉണ്ട്. അതായത് ഈ പറയുന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് ഓണേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സക്സസ് സ്റ്റോറീസ് പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഒരു 1.5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഒറ്റ ഗോള് ഞാൻ സെറ്റ് ചെയ്തത്, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളുടെയും എന്താണോ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഗ്രോത്ത് അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ ഞാൻ ഡേ 1 മുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഒരു ജോലി ചെയ്യുന്ന മൈൻഡ് സെറ്റിലേ അല്ല ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു ലഹരിയായിരുന്നു സത്യത്തിൽ. അപ്പോൾ പലപ്പോഴും ഈ ബിസിനസ് ഓണേഴ്സൊക്കെ അത്ഭുതത്തോടു കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ട്, അരുൺ എങ്ങനെയാണ് ഇത്രയും ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ സ്മാർട്ടായിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അതായത് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ പോരാ, 9 തവണയും 10 തവണയും ചിലപ്പോൾ അതിൽ കൂടുതലും പറഞ്ഞു കൊടുക്കണം ഇവർക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് സന്തോഷ് സാറിൻ്റെ ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളികളായിട്ടുള്ള ബിസിനസ് ഓണേഴ്സിന് ഒരുവിധം എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു എനർജി അറിയാം. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ബ്ലൈൻഡ്ലി അദ്ദേഹത്തിൻ്റെ പ്രോസസ്സിനെ ബിലീവ് ചെയ്തിട്ട് നമ്മൾ ചെല്ലുന്നു. അപ്പോൾ രാവിലെ 3:30-ക്കൊക്കെ എണീപ്പിച്ച്, അതായത് ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് ബിസിനസ് ഓണേഴ്സിനെ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുണ്ട്. അതൊരു പക്ഷേ മാനേജ്മെൻറ്റ് പോലും അറിഞ്ഞിട്ടുണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല. അപ്പോൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു റിയാലിറ്റി ഉണ്ട്. അത് ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാംസും, കാരണം നമ്മളവിടെ ഒരു 1.5 വർഷമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹയർ ലെവൽ ഓഫ് മെച്യൂരിറ്റിയിലേക്ക് കയറും. നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന എല്ലാ ആളുകളും ബിസിനസ് ഓണേഴ്സാണ്. അവർ എല്ലാം ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളോടാണ്. അപ്പോൾ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകളും ചില പോയിന്റിൽ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്തിലേക്ക് കയറാതിരിക്കുകയോ അല്ലെങ്കിൽ ഡീഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ പലപ്പോഴും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ബിസിനസ്സുകളിൽ അങ്ങനെയുള്ള ഒരു ചലഞ്ചസ് ബിസിനസ് ഓണേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു ചോദ്യം, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ബിസിനസ് ഓണേഴ്സിൻ്റെ ഗ്രോത്തിനെ അത്രയധികം അവരാഗ്രഹിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് ആഗ്രഹിച്ച് വർക്ക് ചെയ്ത ഒരു ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചസൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അറിവുള്ള പല ആളുകളോടും ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനും കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, കാരണം സന്തോഷ് സാർ പഠിപ്പിക്കുന്നതെല്ലാം 100% കറക്റ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ എനർജി, അദ്ദേഹം കൊടുക്കുന്ന ക്ലാരിറ്റി, അത് പലപ്പോഴും ബിസിനസ് ഓണേഴ്സിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്വീകരിക്കാൻ പറ്റിയോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം പലപ്പോഴും ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് നിൽക്കുമ്പോഴും നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ആ ഡിസിഷനെ, ഒരു ലേണിംഗ് കിട്ടുമ്പോൾ അതിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ബിസിനസ് ഓണേഴ്സിൻ്റെ കേപ്പബിലിറ്റിയിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്കന്ന് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, അതിനെങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ട് എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് ഞാനൊരു എഗെയിൻ ലൈഫിൽ റിസ്ക് എടുത്തു. ഞാൻ തീരുമാനിച്ചു, എനിക്ക് കുറേ കൂടി സമയം വേണം, ഇതിൻ്റെ പുറകെ എനിക്കൊന്ന് സഞ്ചരിക്കണം. അപ്പോൾ എനിക്ക് ഫാമിലിയായി, എനിക്ക് കുഞ്ഞായി, നമുക്കറിയാം മന്ത്ലി സാലറിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് സമയം കിട്ടിയാലാണ് എനിക്ക് ഞാനിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പല ബുക്സും ഇപ്പോൾ നമ്മൾ നെറ്റൊക്കെ സെർച്ച് ചെയ്തിട്ട് പല ലിങ്കും ഒക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീൽ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ജോബ് റിസൈൻ ചെയ്യാം.
പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഫ്രീലാൻസ് ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതാണ്. സ്മാർട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി ഒരു ജോബ് അപ്ലൈ ചെയ്താൽ പോലും എനിക്ക് ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പോഴും എനിക്ക് എൻ നമ്പർ ഓഫ് ജോബ് ഹൈ പെയ്ഡ് സാലറിയിലൊക്കെ എനിക്ക് ഓഫേഴ്സ് വന്നു. പക്ഷെ ഞാൻ അത് സ്വീകരിച്ചില്ല. കാരണം നമ്മളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. കാരണം ബിസിനസ് ഓണേഴ്സിൻ്റെ ഇമോഷൻ വേറെ ഏതൊരു ആൾക്കും മനസ്സിലാവില്ല. ബിസിനസ് ഓണറിൻ്റെ കൂടെ ചലഞ്ചസ് വരുന്ന സമയത്ത് അവൻ്റെ കൂടെ ഇരിക്കാൻ പാർട്ട്ണറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വിഷമത്തിൻ്റെ കൂടെ ഇരിക്കും. പക്ഷെ സൊല്യൂഷന് വേണ്ടിയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അവർക്ക് മനസ്സിലാവില്ല എന്താ നടക്കുന്നതെന്നുള്ളത്. ഫ്രണ്ട്സിന് മനസ്സിലാവില്ല, റിലേറ്റീവ്സിന് മനസ്സിലാവില്ല, ടീം മെമ്പേഴ്സിന് മനസ്സിലാവില്ല. ഈ ലോകത്ത് അവൻ ഏത് മൈൻഡ് സെറ്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു ബിസിനസ് ഓണറിന് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിനാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. കാരണം ഞാൻ അത്രയും ആളുകളുടെ പല സീക്രട്സും അവരുടെ പെയിനും ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊണ്ടു നടന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ തേടി ഞാൻ ഒരു പ്രോസസ്സ് ഫൈനലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പേര് I2O എന്നാണ്, ഇൻഡിവിജ്വൽ ടീം ഓർഗനൈസേഷൻ. ഇങ്ങനെ ഒരു മോഡലിൽ പല ലേണിങ്ങിൻ്റെയും പാർട്ടായിട്ട് ഞാനൊരു പ്രോസസ്സ് ബിൽഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് ബിൽഡ് ചെയ്തു. ഞാൻ 1-2 ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് കണക്ട് ചെയ്തു. എൻ്റെ മുകളിൽ ഒരു കണക്ടിവിറ്റിയും ട്രസ്റ്റും ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് എനിക്ക് അവിടെ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ പോയ സമയത്ത് ഫിസിക്കൽ പ്രോഗ്രാംസ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ഏകദേശം 2020 തുടക്ക സമയത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനിലേക്കൊക്കെ ചെറുതായിട്ട് എത്തി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓണറിൻ്റെ ഏറ്റവും വലിയൊരു പെയിൻ പോയിൻ്റാണ്. എല്ലാവർക്കും ഹൈ പെർഫോമൻസ് തരുന്ന ടീം മെമ്പേഴ്സിനെ വേണം. പക്ഷേ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ബിസിനസ് ഓണറിന് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും. കാരണം ടീമിന് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നു, നമ്മൾ റോൾ ക്ലാരിറ്റി കൊടുക്കുന്നു, ടീം പെർഫോം ചെയ്യുന്നു, അവർ റിസൾട്ട് കൊണ്ടുവരുന്നു. ബിസിനസ് ഓണർ അതിൻ്റെ എല്ലാ റിസൾട്ടും ക്രിയേറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് ടൈം ഫ്രീഡവും മണി ഫ്രീഡവും എടുത്ത് ഇരിക്കുന്നു. ഇതാണ് ഏതൊരു ബിസിനസ് ഓണറിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അജയ്, ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ പ്രോസസ്സാണ്. അതൊരു ഒറ്റ ദിവസത്തിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്താൽ ഒരു ടീം ബിൽഡ് ആവില്ല. അതിന് ബിസിനസ് ഓണറിന് വളരെയധികം സമയവും വളരെയധികം ക്ഷമയും വളരെയധികം കേപ്പബിലിറ്റിയും ബിൽഡ് ചെയ്താൽ മാത്രമേ ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ടൊരു ബിസിനസ് ഓണർക്ക് സാധിക്കുക. അപ്പോൾ ആ ജോബ് എളുപ്പമാക്കുക എന്നുള്ള ഒരു റോളിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു ഫിസിക്കൽ പ്രോഗ്രാം I2O എന്ന് പറയുന്ന പ്രോസസ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണർ ടീമിനെ ബിൽഡ് ചെയ്ത് അതിനൊരു ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ആ പ്രോസസ്സ് ഡിഫൈൻ ചെയ്തെടുത്തത്. അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ബിസിനസ് ഓണേഴ്സ് തകരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് ഓണേഴ്സ് ഡിസിഷൻ എടുക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ മലയാളി ബിസിനസ് ഓണേഴ്സുമായിട്ടാണ്. അവർ ഡിസിഷൻ എടുക്കുന്നത് ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിലല്ല. നമുക്കിന്ന് തോന്നുകയാണ്, ഇപ്പോൾ അജയ് എൻ്റെ ഒരു സുഹൃത്താണ്, അജയുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ്, ഓ അജയ് പറഞ്ഞ ഐഡിയ കൊള്ളാമല്ലോ, എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ടൈമായി, എന്നാൽ ശരി ആ തീരുമാനം ഞാൻ എടുത്തേക്കാം എന്ന് പറഞ്ഞ് കയ്യിലുള്ള ഫണ്ടും ചിലപ്പോൾ കടം മേടിച്ച ഫണ്ടും ചിലപ്പോൾ ലോൺ എടുത്ത ഫണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ ആ എക്സ്പാൻഷൻ പ്ലാനിലേക്ക് പോകുന്നു. നാളെ ചിലപ്പോൾ ഒരു 10 പേരെ ഞാൻ ഹയർ ചെയ്യും, അതല്ലെങ്കിൽ എൻ്റെ ബ്രാഞ്ച് പല സ്ഥലങ്ങളിലും ഞാൻ ഓപ്പൺ ചെയ്യും, അതല്ലെങ്കിൽ ഞാൻ പുതിയൊരു ഐഡിയ ആയിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് ഞാൻ ചാടും. പക്ഷേ ഈ ഡിസിഷനൊക്കെ വരുന്നത് വെറും ഇമോഷണൽ തോട്ടിൽ നിന്നാണ്. ഇതിൻ്റെ ഫീസിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഫൈനാൻഷ്യൽ ബാക്കപ്പ് എന്താണ്, ഞാൻ ഈ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ എങ്ങനെയായിരിക്കും, ഈ ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് എത്ര സമയം എനിക്ക് ആവശ്യമാണ്, അതിന് എത്ര റിസോഴ്സസ് വേണം, ഈ ഒരു പ്രൊജക്റ്റ് ലീഡ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ടോ, ഈ ഇൻഡസ്ട്രി എനിക്ക് ചേർന്നതാണോ, ഇങ്ങനെയുള്ള ഒരു ഡാറ്റ ഡ്രിവൺ ഡിസ്കഷൻ അല്ല അവിടെ നടക്കുക. ഈവൻ മാർക്കറ്റ് സ്റ്റഡി പോലും പലപ്പോഴും നടക്കാതെയൊക്കെയാണ് ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഉറപ്പായിട്ടും മറ്റൊരാളുടെ ബിസിനസ് സക്സസ്ഫുൾ ആയെന്നുള്ളത് കൊണ്ട് അത് ഞാൻ ചെയ്താൽ സക്സസ്ഫുൾ ആവണം എന്നില്ല. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ ലീഡ് ചെയ്യണമെങ്കിൽ നമ്പേഴ്സിൽ ഒരു ക്ലാരിറ്റി വേണം തീർച്ചയായിട്ടും. അപ്പോൾ
അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തോട്ടിൻ്റെ ഒക്കെ പുറകിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഗെയിൻ ചലഞ്ച് വന്നു. കാരണം നമ്മളുടെ കോവിഡ് 2020 വന്ന് ഹിറ്റ് ചെയ്യാണ്. 2020 കോവിഡ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ജോബ് ഇല്ല, ഞാൻ ബിസിനസ് ഓണറും അല്ല. നമ്മൾ ഒരു ഫ്രീലാൻസ് മോഡലിൽ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ എടുത്ത് പോകുന്നു. ടോട്ടൽ ഇൻകം സ്റ്റോപ്പ് ആവുന്നു. എന്നാൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമുക്ക് EMI ഉണ്ട്, ഫാമിലി ഉണ്ട്, n നമ്പർ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇൻകം മാത്രമില്ല. അപ്പോൾ പിന്നെ ആകെയുള്ള സമാധാനം അടുത്ത വീട്ടിൽ കറണ്ട് പോയോ എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക, അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ കോവിഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹാപ്പിനെസ് ആണ്. കാരണം കോവിഡ് ആയതുകൊണ്ട് ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ബാങ്കിൽ ലോൺ അടയ്ക്കേണ്ട, അല്ലെങ്കിൽ EMI അടയ്ക്കേണ്ട, മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു, പല കാര്യങ്ങൾ വരുന്നു. അപ്പോൾ എല്ലാവരും സ്ട്രക്കാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാം. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലൈഫിന് നമുക്ക് വേണ്ടുന്ന നീഡ്, നമ്മുടെ ഫൈനാൻഷ്യൽ ചലഞ്ചസ്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ഇപ്പോൾ ട്രെയിനേഴ്സായിട്ടുള്ള ആളുകൾക്ക് പോലും മോട്ടിവേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ബിസിനസ്സുകൾ സ്റ്റക്കാവുന്നു. ബിസിനസ് ഓണേഴ്സിൻ്റെ പെയിൻ ഈ പറയുന്ന ക്ലയൻസൊക്കെ എന്നെ വിളിച്ച് പറയുന്നു, സാലറി കൊടുക്കണം, നമുക്ക് ഇൻകം ഇല്ല, കാര്യങ്ങളില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എൻ്റെ ഒരു വെൽവിഷറായിട്ടുള്ളൊരു വ്യക്തി ആയിട്ട് വളരെ ഡീപ്പായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കാരണം ഈ ട്രെയിനിങ് ഇൻഡസ്ട്രി തന്നെയാണോ ഞാൻ ഫോളോ ചെയ്യേണ്ടത്? കാരണം ഇത്രയും വർഷങ്ങൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മുടെ ലൈഫും സ്ട്രക്കായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യചിഹ്നവുമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എൻ്റെ ഒരു വെൽവിഷറായിട്ടുള്ളൊരു ക്ലയൻറ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, അരുണിന് ഈ ഇൻഡസ്ട്രി വിട്ട് പോകാൻ പറ്റില്ല. കാരണം അരുൺ ജനിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നൊരു കാര്യം പറയുകയാണ്. പക്ഷെ റിയൽ ടീച്ചേഴ്സിലൂടെ അരുൺ സഞ്ചരിക്കാത്തത് കൊണ്ടാണ് അരുണിന് ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ വരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ പോകാനായിട്ട് പറ്റി. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും ഫേമസ് അല്ലാത്ത പല റിയൽ ടീച്ചേഴ്സ് ഈ ലോകത്ത് പലരുമുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ പോകാനായിട്ട് എനിക്ക് പറ്റി. അതേസമയം എൻ്റെ ക്ലയൻസ്, കുറച്ചധികം ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നമ്മളൊരു 90 days പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തായാലും കോവിഡാണ്, എല്ലാവർക്കും സമയമുണ്ട്. അപ്പോൾ ആരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ എന്ന് ചോദിക്കുന്നു. സമയമുള്ളത് കൊണ്ട്, നമ്മളെ മുകളിൽ ട്രസ്റ്റ് ഉള്ളത് കൊണ്ടും ഇവരൊക്കെ റെഡി എന്ന് പറയുന്നു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ ടീച്ചിങ്സിലൂടെ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ബിസിനസ് ഓണേഴ്സിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാനൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ചോദിച്ച 4 ചോദ്യങ്ങളെന്ന് പറയുന്നത്, എന്താണ് നിങ്ങളുടെ റവന്യൂ, എന്താണ് നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ്, എന്താണ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ്, എന്താണ് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ. എന്നെ ഞെട്ടിച്ച കാര്യം അജയ്, കോടികളുടെ ടേൺ ഓവറുള്ള ഈ ക്ലയൻസിനോട് ഞാൻ ഈ ചോദ്യം അത്ര കോൺഫിഡൻ്റ് അല്ലാതെ ചോദിച്ചപ്പോൾ ഈ പറയുന്ന ബിസിനസ് ഓണേഴ്സിനൊന്നും ക്ലാരിറ്റിയുള്ള ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ ബിസിനസ്സിനെ അവർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇത് എവിടെ എത്തും എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി അവർക്കില്ല, എത്രയാണ് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇല്ല. അത് കേട്ടപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഒന്ന് കൂടി. കാരണം ഇവിടെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ലേണിങ്ങിലൂടെ പോയതിൻ്റെ ഒരു കാര്യമാണല്ലോ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവ്, നമുക്ക് ഇവർക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഭയങ്കര ഒരു നമ്മുടെ മൈൻഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചലഞ്ചസ് ബിസിനസ് ഓണേഴ്സിന് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിന്റെ ഉത്തരം ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഒരു ബിസിനസ്സിൽ തീർച്ചയായിട്ടും ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫൈനാൻസ് ആണ്. ആ ഫൈനാൻസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ബിസിനസ് ഓണറിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഈ ബിസിനസ് എവിടെ എത്തിച്ചേരും എന്നുള്ളത് ഒരു ഡയറക്ഷൻ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഈ 90 days ജേർണി ആയിരുന്നോ ശരിക്കും അരുൺ സാറിന്റെ ഈ കോച്ചിങ് കരിയറിന്റെ തുടക്കം എന്ന് പറയുന്നത്? അതായത് സത്യത്തിൽ ഞാൻ ട്രെയിനർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ട്രെയിനിങ് അല്ല യഥാർത്ഥത്തിൽ ബിസിനസ് ഓണേഴ്സിന് വേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരേ മരുന്ന് പല രോഗങ്ങൾക്ക് ബിസിനസ് ഓണേഴ്സിനെ ഒരുമിച്ചിരുത്തിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പല ചലഞ്ചസും ഉണ്ട്. ബിസിനസ് ഓണേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു ചലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് കോച്ചിങ് ആയിട്ടുള്ള സെഷൻസ് എടുക്കുമ്പോൾ പോലും
അവരിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എത്തുന്ന രീതിയിലേക്ക് ഒരു റിയൽ കോച്ചിങ് പ്രോസസ്സ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ അപ്പുറത്തേക്ക് 1-to-1 ഞാൻ ഏറ്റവും കൂടുതൽ ഈ 90 ഡേയ്സിൽ ഫോക്കസ് ചെയ്തിരുന്നത്. ബിസിനസ് ഓണേഴ്സിൻ്റെ കൂടെ ഇരിക്കുക, അവരുടെ ചലഞ്ചസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, റിയൽ സൊല്യൂഷനിലേക്ക് എത്തുക, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ നമ്പേഴ്സ് ആയിട്ടുള്ള റിസൾട്ടിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടുന്ന ആക്ഷനബിൾസ് സെറ്റ് ചെയ്യുക മാത്രമല്ല, ഇത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വരെ അവരുടെ അക്കൗണ്ടബിലിറ്റി കോച്ചായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ 90 ഡേയ്സിൽ സാധിച്ചു. അപ്പോൾ 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് എത്തിക്സിൻ്റെ പീക്ക് കണ്ട ഒരു സമയമാണ്. രാവിലെ 3:30 എണീക്കും. 90 ഡേയ്സ് കൃത്യം 3:30 എണീറ്റ് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്ത് ആ ഒരു പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് വരാൻ സാധിച്ച ഒരു സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അജയ് പറഞ്ഞ പോലെ 90 ദിവസം തന്നെയാണ്. അതായത് നമ്മൾ ആ ഒരു ട്രെയിനർ ഐഡന്റിറ്റിയിൽ നിന്ന് നമ്മളൊരു കോച്ചിന്റെ ഐഡന്റിറ്റിക്ക് വന്നു, ഒരു പുതിയ ബിലീഫ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു. ഇതിലൂടെയാണ് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്ന ഒരു ബിലീഫ് അല്ലേ? ആ 90 ഡേയ്സിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് ഓണേഴ്സിനോട് ഞാൻ പറഞ്ഞു, ₹1 പോലും നിങ്ങൾ എനിക്ക് ഫീസായിട്ടോ കോഴ്സിൻ്റെ ഒരു സന്തോഷമായിട്ടോ ഒന്നും തരാൻ പാടില്ല. ഇത് മാത്രമായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ആരുടെ കയ്യിലാണ് പന്ത്? എൻ്റെ കയ്യിലാണ്. കാരണം എനിക്ക് എല്ലാ സ്പേസും ഉണ്ട്. നമ്മൾ ഒരു വലിയ എമൗണ്ട് മേടിച്ചിട്ടോ ഒന്നുമല്ല ആ പ്രോസസ്സ് കൊണ്ടുപോയത്. റിസൾട്ട് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണമായിരുന്നു. ആ 90 ഡേയ്സിൽ നമ്മൾ ആ ബിസിനസ് ഓണേഴ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവരുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സിലൂടെ, അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസിലൂടെ, അവരുടെ ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസിലൂടെ ഒരു അക്കൗണ്ടബിലിറ്റി പ്രോസസ്സ് സ്കോർ ബോർഡ് ബേസ്ഡ് ലീഡർഷിപ്പ് മോഡലിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി. ആ 90 ഡേയ്സിൽ തന്നെ പല ആളുകൾക്കും ബിസിനസ്സിൽ ചലഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരുന്ന സിറ്റുവേഷനിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചപ്പോൾ അതൊരു പ്രൂഫാണ്. ഓക്കെ, അത് ബിസിനസ് ഓണേഴ്സിലും കൊടുത്ത ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു ജേണി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ പീരീഡിനുള്ളിൽ സാർ അവരെ പഠിപ്പിക്കുകയാണോ ചെയ്തത്, അതോ അവരുടെ ഫൈനാൻഷ്യൽസ് റിവ്യൂ ചെയ്ത് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് അവരെ ലീഡ് ചെയ്യണോ? അജയ്, ഇതിൽ 2 കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമുക്ക് അറിവ് വേണം. ഓക്കെ, പ്രത്യേകിച്ച് എന്തിൽ അറിവ് വേണം എന്നുള്ള ബോധം ആദ്യം ബിസിനസ് ഓണറിന് വേണം. കാരണം എന്ത് പഠിക്കാൻ കിട്ടിയാലും എല്ലാം പോയിരുന്ന് പഠിക്കലല്ല ബിസിനസ് ഓണറിൻ്റെ പണി. ഓക്കെ, ബിസിനസ് ഓണറിന് എന്താണ് വേണ്ടത് എന്നുള്ളതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആദ്യം കിട്ടിയാൽ അതിരുന്ന് പഠിക്കുക. അത് എവിടെ നിന്നാണോ ഏറ്റവും ബെസ്റ്റ് ആ ഒരു സോഴ്സ് എവിടെ നിന്നാണോ അവിടെ പോയിരുന്ന് പഠിക്കുക. അതൊന്ന്. പഠിച്ചതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല. ഇംപ്ലിമെൻറ്റേഷനിലാണ് ടോട്ടൽ റിസൾട്ട് കിടക്കുന്നത്. തീർച്ചയായിട്ടും ആ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് ഓണറിൻ്റെ ചലഞ്ച് എന്താണ്? ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഈ ഹയറാർക്കിയിൽ നിൽക്കുന്ന വ്യക്തി ബിസിനസ് ഓണറാണ്. ഈ വ്യക്തിയോട് ചോദിക്കാനും പറയാനും ഒരാളും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പെർഫോമൻസ്, ഈ വ്യക്തിയുടെ ഡയറക്ഷൻ ഒക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളെടുത്ത റോൾ എന്ന് പറയുന്നത് റിയലായിട്ട് ഇദ്ദേഹം നമ്മളോട് കമ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്കഷനിൽ നമ്മൾ എടുക്കുന്ന റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്ക്, അല്ലെങ്കിൽ 11X കമ്പനിക്ക്. ഓക്കെ, 11X കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആ സിസ്റ്റത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ടുവന്നു. എന്ന് കരുതി അത് ഭയങ്കര ടഫായിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും അല്ല. നമ്മൾ ചോദിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വന്ന് റിപ്പോർട്ട് ചെയ്യണം, നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണ് പ്രശ്നം? ഇവർ പറയുന്നു ലോകത്തിലെ നമ്പർ 1 ആവണം, 2000 കോടി ഹിറ്റ് ചെയ്യണം, ഇത്ര എംപ്ലോയീസ് വേണം, ഇത്ര വലിയ ബ്രാൻഡായിട്ട് ചെയ്യണം. അപ്പോൾ ഇവർ പറയുന്ന ഈ സ്വപ്നവും ഇവരുടെ ആക്ഷനും തമ്മിൽ മാച്ച് ആവാതെ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്കും അതിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ അരുൺ സാർ സൂചിപ്പിച്ച ആ ഒരു ജേണി ഞാൻ പിന്നെ ഓർക്കുക. കാരണം ആ പഴയ മെച്യൂരിറ്റിയിൽ അരുൺ സാർ എന്ത് ചിന്തിച്ചോ അത്തരത്തിലുള്ളൊരു മെച്യൂരിറ്റിയാണ് ഇവിടെയും പല ബിസിനസ് ഓണേഴ്സും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ അവിടെ തീർച്ചയായിട്ടും അരുൺ സാറിന് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് ബിസിനസ്സിൽ മാത്രമല്ല, ഏതൊരു മനുഷ്യനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇനീഷ്യൽ എഫേർട്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ആ എഫേർട്ട്സ് ഇട്ടാൽ മാത്രമാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിവിടെ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻറ്റൻസ് പ്രോസസ്സിലേക്ക്, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ബിസിനസ് ഓണേഴ്സിൽ മാത്രമല്ല, നമ്മളിപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ നിൽക്കുന്ന പല ആളുകൾക്കും വളരെ ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പൊതുവിൽ ഒരു ലേസിനെസ് നമ്മളിലുണ്ട്, അത് മനുഷ്യന്മാരിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ലേസിനെസ് ഉള്ള ആളുകളെ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി ജനിച്ച ആളുകളാണ്, മടിയന്മാരാണ് ശരിക്കും അല്ലേ? അപ്പോൾ അവരെ അതിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു അരുൺ സാറിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്തായിരുന്നു എക്സ്പീരിയൻസ്?
അജയ്, മടിയന്മാരെന്ന് പറഞ്ഞാൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്രയധികം ഒരു ധൈര്യവും ഒരു റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റിയും ഉള്ള ഒരാൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. മടിയന്മാർ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് മടി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിനെ മടി എന്നുള്ള പേരിലേക്ക് ഒതുക്കി കളയുക ചെയ്യുക. അതല്ല റിയൽ റീസൺ. അടുത്ത സ്റ്റെപ്പ് എന്താണ് വെക്കേണ്ടത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഒരു ബിസിനസ് ഓണറിനാണെങ്കിലും ഒരു എംപ്ലോയിക്കാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും കൃത്യമായിട്ട് കിട്ടിയാൽ, ഇത് ചെയ്താൽ ഇന്ന റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ ഏതൊരു മനുഷ്യനും ആക്ഷൻ എടുക്കും. അതുകൊണ്ട് നമ്മുടെ കൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് മടിയാണ്. ഓക്കെ, ഞങ്ങൾ അതിനെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പേര് വിളിക്കാറുണ്ട്. MNP എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുക. MNP എന്ന് പറഞ്ഞാൽ മടി, നാണം, പേടി. ഓക്കെ, അപ്പൊ MNP ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. MNP എന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫോർട്ടാണ്. ഈ കംഫോർട്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ് അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി നമുക്ക് കൊടുത്താൽ മതി. ആ ക്ലാരിറ്റി കൊടുക്കാൻ സാധിക്കുമ്പോൾ എല്ലാവരെയും പെർഫോമൻസിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഇത്രയധികം നോളജ് ട്രെയിനിങ്സിൽ നിന്ന് എടുക്കുന്നു, അതിന്റെ പുറകെയാണല്ലോ പലപ്പോഴും ആളുകൾ പോകുന്നത്. കാരണം ഇപ്പോൾ ബിസിനസ്സിൽ മാത്രമല്ല, ലൈഫിലായിക്കോട്ടെ, നമുക്ക് ഈ ഗ്രോത്ത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഗോള് അറ്റൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ പുതിയത് എന്ത് പഠിക്കാൻ പറ്റും, പുതിയ എന്ത് ടെക്നിക്ക് ഉണ്ട്, ട്രിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഈ ബിസിനസ് ഓണേഴ്സ് ഉൾപ്പെടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരായിക്കോട്ടെ ലൈഫിൽ പല കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ക്ലാരിറ്റി കുറവ് തന്നെയാണോ യഥാർത്ഥത്തിൽ? ആ ക്ലാരിറ്റി കുറവ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ ബാക്കി കുറേ ആക്ടിവിറ്റീസിൻ്റെ കൂടെ പോകുന്നു, കൂട്ടുകാരുടെ കൂടെ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, അറിവ് കൂടുന്നതും ഡിസ്ട്രാക്ഷനാണ്. അതായത് ഇന്ന് ഞാൻ ഒരു ബിസിനസ് മോഡൽ പഠിക്കുന്നു, നാളെ ഞാനൊരു HR ട്രെയിനിങ് എടുക്കാൻ പോകുന്നു, നാളെ കഴിഞ്ഞ് ഞാനൊരു സെയിൽസ് ട്രെയിനിങ്ങിന് പോകുന്നു, അതല്ലെങ്കിൽ അടുത്ത ദിവസം ഞാനൊരു ടീം പെർഫോമൻസിനെ പഠിക്കാനായിട്ട് പോകുന്നു. ഇതിൽ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം ഇംപ്ലിമെൻറ്റേഷൻ നടക്കില്ല. പഠിച്ച ആ ചെറിയ അറിവിനെ എത്രത്തോളം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതിനെ മെഷർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഞാൻ പഠിക്കേണ്ട സബ്ജക്റ്റ് ഇത് തന്നെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുക ചെയ്യും, ബിസിനസ്സിൽ എപ്പോഴും ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും, ലൈഫിലും ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഈ നമുക്ക് ഒരു സമയത്ത് തന്നെ പല ചലഞ്ചസും വരും. അതിൽ ഏത് ചലഞ്ചാണ് ഇപ്പോൾ ഞാൻ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു കേപ്പബിലിറ്റിയാണ്, ഒരു സ്കിൽ സെറ്റാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഒരു ചലഞ്ച് ഉണ്ട്, ഞാൻ ആ ചലഞ്ചസിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ബ്രില്യൻസ് ഒന്നും വേണ്ട. ഒരു ചലഞ്ച് വരുന്നു, ഞാൻ അതിനെ സോൾവ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നു. പക്ഷേ ഇപ്പുറം ഒരു 4-5 ചലഞ്ച് വേറെ നിൽക്കുന്നുണ്ടാവും. ഈ 5 ചലഞ്ചിൽ ഏത് ചലഞ്ചാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്ത് സോൾവ് ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ബിസിനസ് പ്രോഫിറ്റബിൾ ആവാൻ, എൻ്റെ ഇൻകം സ്റ്റേബിൾ ആക്കാൻ, എൻ്റെ കളക്ഷൻ എടുക്കാൻ, എൻ്റെ ടീമിനെ ബിൽഡ് ചെയ്യാൻ എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള മെച്യൂരിറ്റി പലപ്പോഴും ബിസിനസ് ഓണേഴ്സിന് ഇല്ല. അതിൻ്റെ കാരണം അവരുടെ ടൈം പ്ലാനിങ് പോലും അവരുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നാട്ടുകാരുടെയും അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സും നമ്മുടെ ഫാമിലിയും ഒക്കെ ഈ ലീഡറിനെ ഞാൻ വിളിക്കാൻ കാരണം ഒരു ബിസിനസ് ഓണർ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ആ വ്യക്തിയുടെ ക്ലാരിറ്റിയെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്തുതന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരു ഡയറക്ഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വേണം, ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴാണ് ഇപ്പോൾ അരുൺ സാർ പറഞ്ഞല്ലോ, ഈ നമ്മൾ ആദ്യം സംസാരിച്ച് ഗ്രോത്ത് എടുക്കുന്നതിന് ലേസിനെസ്സിനെ മറികടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ അതിനെ മറികടക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ക്ലാരിറ്റി എന്നുള്ളത് ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു ഡയറക്ഷനെ ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ പർപ്പസിനെ അല്ലെങ്കിൽ ഓരോ ചലഞ്ചസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗോളിനെ ചേസ് ചെയ്യണം യഥാർത്ഥത്തിൽ. ഈ ഗോൾ എന്ന് പറയുന്ന കാര്യം പോലും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരു ഓർഗനൈസേഷനെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നടക്കേണ്ട രീതിയിലാണോ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്? ഫണ്ടമെന്റൽ സ്റ്റെപ്പ് ഗോൾ സെറ്റിംഗ് തന്നെയാണ്, ഒരു സംശയമില്ല. അത് ട്രെയിനിങ്സുകൾ ആൾക്ക് ആവശ്യമാണ്, ഗോൾ സെറ്റിംഗ് ആവശ്യമാണ്. കാരണം ഇതില്ലാത്ത ഒരാളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉള്ള ആളുകൾ തന്നെയാണ് ബെറ്റർ. ഓക്കെ, പക്ഷേ ഉള്ള ആളുകൾ
അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയിലേക്ക് എത്തിയില്ലെങ്കിൽ അതൊരു ചലഞ്ചാണ്. ഇപ്പോൾ എക്സാമ്പിൾ, എപ്പോഴും ആളുകൾ ഫിക്സ് ചെയ്യുന്നത് എൻഡ് റിസൾട്ട് ഗോളാണ്. ഇപ്പോൾ അജയ്ക്ക് ഒരു 5 കിലോ വെയിറ്റ് കൂട്ടണം, അല്ലെങ്കിൽ 5 കിലോ വെയിറ്റ് കുറയ്ക്കണം. ഇത് എൻഡ് റിസൾട്ട് ഗോളാണ്. ഒരു ബിസിനസ് ഓണർ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു 100 CR എത്തണം, അല്ലെങ്കിൽ ഒരു 500 CR എത്തണം, അല്ലെങ്കിൽ ഒരു 10 CR എത്തണം. ഇത് എൻഡ് റിസൾട്ട് ഗോളാണ്. റവന്യൂ കൂട്ടണം, അല്ലെങ്കിൽ എൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഒരു 1 CR എനിക്ക് എടുക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു എൻഡ് റിസൾട്ട് ഗോളാണ്. ഇത് ഫിക്സ് ചെയ്യും. പക്ഷേ ഈ 5 കിലോ വെയിറ്റ് കുറയ്ക്കണമെന്ന് തീരുമാനിച്ച ഒരാൾ അത് എൻഡ് റിസൾട്ട് ഗോളായിട്ട് മാറുമ്പോൾ അതിൻ്റെ പ്രോസസ് ഗോളിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതായത് അവിടെയാണ് നേരത്തെ പറഞ്ഞ ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ? അതായത് ഈ 5 കിലോ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ഡയറ്റീഷ്യൻ്റെ സപ്പോർട്ട് എടുക്കണോ? ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണോ? അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വെയിറ്റ് മെഷർ ചെയ്യണോ? ഞാൻ ഏത് ഫുഡാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ തന്നെ ബിസിനസ്സിൽ ഒരു ലോങ് ടൈം പ്ലാനുകൾ ചെയ്യുമ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇത്ര അച്ചീവ് ചെയ്യണമെന്ന് പറയാൻ ഭയങ്കര രസമാണ്. കാരണം ഇപ്പോൾ എനിക്ക് പണിയെടുക്കണ്ട, നാളെ എനിക്ക് വർക്ക് ചെയ്യണ്ട. പക്ഷേ പ്രോസസ് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ എനിക്ക് ഹിറ്റ് ചെയ്താലേ ഇത് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്ന ക്ലാരിറ്റി നമുക്കുണ്ടായാൽ നമ്മൾ ഇന്ന് മുതൽ ആ എഫേർട്സ് എടുക്കും. അതായത് റിയലായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾ കമ്മിറ്റഡ് ആയിട്ട് പറയുന്നതെങ്കിൽ. അല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നമുക്ക് 2 വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗോള് യഥാർത്ഥ ഗോളാവണമെങ്കിൽ, അച്ചീവബിൾ ആയിട്ടുള്ള ഗോളായി മാറണമെങ്കിൽ, അത് ബിസിനസ്സിലായിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ, എന്തൊക്കെയാണ് അതിനെ കോറായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഇപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി ഒന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആക്ച്വലി നമ്മൾ 11X കമ്പനിയിൽ ഇപ്പോൾ ഞാൻ ആ ഒരു 90 ഡേയ്സിന് ശേഷം നമ്മളൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് വളരെ സക്സസ്ഫുള്ളി ആ 11X കമ്പനി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ 100+ കമ്പനീസിൽ വളരെ വലിയ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് റിസൾട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് അവരുടെ ഫൈനാൻഷ്യൽസിൽ തന്നെയാണ്. ഫൈനാൻഷ്യൽസിൻ്റെ അകത്ത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു പ്രോസസ്സിനെ എടുക്കാൻ ധൈര്യപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. 11X 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ അജയ് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അജയ് തന്നെയായിരിക്കും അതിൻ്റെ ടോട്ടൽ ബ്രെയിനായിട്ട് പലപ്പോഴും, പ്രത്യേകിച്ച് MSME സെക്ടറിൽ ഉണ്ടാവുക. അവിടെ നിന്ന് നമ്മൾ ടീമിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക്, ടീം ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്ന ലെവലിലേക്ക് അത് മാറേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് അതിനെ കൊണ്ടുപോകണം. നമുക്ക് അജയ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഈ 11X 3D നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് 3D എന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ, ഡേറ്റ, ഡിസിപ്ലിൻ, ഈ 3 മതി ബിസിനസ്സിൽ. ഇത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ, അജയ് ചോദിച്ച ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 11X ക്ലാരിറ്റി കോമ്പസ് എന്ന് പറയുന്ന ഒരു തോട്ടുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, നമുക്ക് കോമ്പസ് എന്ന് പറയുമ്പോൾ ഇത് ക്ലാരിറ്റിയുടെ കോമ്പസ് ആണ്. ഓക്കെ, അതിനൊരു നോർത്ത് പോൾ ഉണ്ട്. നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് നമ്മളൊരു 3 ഇയേഴ്സിനെ, അതായത് ഒരു 12 ക്വാർട്ടറിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്പേഴ്സ് ഉൾപ്പെടെ ക്വാർട്ടർ ടു ക്വാർട്ടർ എങ്ങനെയാണ് അവരുടെ ആ ഒരു നമ്പേഴ്സ്, അതായത് അവരുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് ഫ്രീസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. 3 ഇയേഴ്സിലേക്കുള്ള ലോങ് ടേം വിഷൻ ഗോള് ബിസിനസ് ഓണർക്ക് വേണം. ഓക്കെ, ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൗത്ത് പോളാണ്. സൗത്ത് പോളിൽ നമ്മളവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത് എന്തിനാണ് ഈ ഗോൾ അദ്ദേഹം അച്ചീവ് ചെയ്യേണ്ടത്, അവരുടെ വൈ ഫാക്ടർ എന്താണ്, നമുക്ക് പർപ്പസ് എന്നൊക്കെ അതിനെ വിളിക്കാം. പർപ്പസ്, ഓക്കെ. അപ്പോൾ പർപ്പസിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ട സബ്ജക്റ്റ് ആണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് പർപ്പസ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടണം, കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടാവണം. പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ ബിസിനസ് ഓണറിന്റെ വാല്യൂ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രാറ്റജീസ് ആണ്. അതായത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയിൽ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ 4 പോളിലൂടെയാണ് നമ്മൾ ഒരു ബിസിനസ് ഓണറിന്റെ ഡയറക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഗോള് 3 ഇയർ ഗോൾ എന്ന് പറയുന്നത് അരുൺ സർ പറഞ്ഞതുപോലെ ഒരു 12 ക്വാർട്ടറിൻ്റെ ഒരു പ്രൊജക്ഷനൊക്കെ വേണമെന്ന് പറയുന്നത് ഇറ്റ്സ് ലോജിക്കൽ.
അതേപോലെ തന്നെ സ്ട്രാറ്റജീസ് വേണമെന്ന് പറയുന്നതും ലോജിക്കലാണ് നമുക്ക് ബിസിനസ് കൊണ്ടുവരണമെങ്കിൽ. പക്ഷേ ഇവിടെ പർപ്പസ് കോർ വാല്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് എത്രത്തോളം റെലവൻസ് ഉണ്ട് ഈ ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ? ഞാൻ ഈ ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെയല്ലല്ലോ എന്ന് തോന്നുമല്ലോ. അങ്ങനെ തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അജയ് ഇപ്പം എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതായത് പർപ്പസ് അല്ലെങ്കിൽ കോർ വാല്യൂസ് എന്നൊക്കെ പറയുമ്പോൾ പല ബിസിനസ്സുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ വെബ്സൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനെ ബോധിപ്പിക്കാൻ, അതായത് ഇതൊക്കെ എൻ്റെ കമ്പനിയിലുണ്ട് എന്ന് പറയുന്നത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പലപ്പോഴും. അതല്ലെങ്കിൽ ചിലപ്പോൾ ടീം മെമ്പേഴ്സിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല സ്ഥാപനങ്ങളിലും ഈ കോർ വാല്യൂസൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ല. പല കാര്യങ്ങളും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളായിരിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്ന ഒരാളായിട്ട് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യന് തരുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. അപ്പോൾ ആക്ച്വലി അതല്ലേ കോർ വാല്യൂ എന്ന് പറയുന്നത്? യെസ്, അതായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ചില വാല്യൂ സിസ്റ്റം ഒരു ബിസിനസ്സിൽ എന്താണ് വേണ്ടത്. ഒരു കസ്റ്റമർ, ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് ട്രാൻസ്പെറൻസി ഒരു കോർ വാല്യൂ ആയിട്ട് വയ്ക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. പക്ഷേ അത് ചെയ്യാൻ പറ്റാതെ നമ്മളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നു, നമുക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചിലതിൽ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് കോർ വാല്യൂ ആയിട്ട് വയ്ക്കരുത്. അതെ അതെ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിനെ നമുക്ക് ഇതാണ് കോർ വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വയ്ക്കുകയും അത് നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ചിലപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളുള്ള ചില വാല്യൂ സിസ്റ്റം ഉണ്ടാവാം. അത് നമ്മൾ ശ്രമിച്ചു നോക്കുക, നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോർ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്നതിൽ അത് നല്ല കാര്യമാണ്. കാരണം ഈ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അരുൺ സാർ മനസ്സിലാക്കി ബിസിനസ്സിൽ പലപ്പോഴും എഴുതി വെക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ നോക്കി കഴിഞ്ഞാൽ വാല്യൂസിന് ഇപ്പോൾ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല എത്രത്തോളം. അപ്പോൾ ആ ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് എടുക്കണമെങ്കിൽ ഇപ്പോൾ അരുൺ സാർ ഇത്രയും ബിസിനസ്സുകളെ റിയൽ ഗ്രോത്തിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വാല്യൂസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മനുഷ്യന്റെ റിയൽ തോട്ട്സ് എന്താണെന്നുള്ളതിനെ അനലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ അജയ്. അതായത് ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും. ആ വാല്യൂ സിസ്റ്റം തന്നെയായിരിക്കണം മറ്റൊരാൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരിക്കലും എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ആ വ്യക്തി, ഒരു ബിസിനസ് ഓണർ എന്താണോ അവരുടെ ലൈഫിൽ ഒരു വാല്യൂ സിസ്റ്റമായിട്ട് കൊണ്ട് നടക്കുന്നത്, അതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടാൽ അവൻ്റെ ലൈഫ് കുറേ കൂടി ഈസിയായി. അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അഭിനയിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും, അതെ അതെ അതെ. ഓക്കെ, എന്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഇല്ലാത്തൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലൈഫ് ലോങ് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ലൈഫ് പർപ്പസ് ഇതാണ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പർപ്പസ് ഇതാണ് എന്നൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അല്ല എങ്കിൽ അവൻ എന്താണ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് പർപ്പസ് ഇതാണ് എന്ന് പറഞ്ഞ് ലോകത്തോട് വിളിച്ച് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഈ കോൺഫ്ലിക്ട്സ് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുക? അപ്പോൾ അവിടെയാണ് ആളുകൾക്ക് എന്തുണ്ടാവുക? ടോട്ടൽ ഫ്രസ്ട്രേഷൻ. എന്താണ്, ഇത് പറഞ്ഞു പോയി, സോഷ്യൽ മീഡിയയിൽ ഇട്ടുപോയി, ടീമിനോട് പറഞ്ഞു പോയി, കസ്റ്റമറിനോട് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് ജീവിതാവസാനം വരെ നമ്മൾ ഇതും കൊണ്ട് നടക്കണം. യഥാർത്ഥത്തിൽ ഈ ഡെസ്പറേഷൻ ഗ്രോത്തിനെ റിപ്പൽ ചെയ്യും എന്നുള്ളത് തന്നെയാണോ അരുൺ സാർ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നാളെ മരിക്കാനും പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, ആണോ അല്ലയോ? അതെ അതെ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും വലിയ രസം, നമ്മളൊരു മരണവാർത്ത കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ സുഹൃത്തിന് സംഭവിക്കും, എൻ്റെ വീട്ടുകാർക്ക് സംഭവിക്കും, എൻ്റെ റിലേറ്റീവ്സിന് സംഭവിക്കും, എല്ലാവർക്കും സംഭവിക്കും. പക്ഷേ എനിക്ക് മാത്രം ഇതുണ്ടാവില്ല എന്നുള്ള ഒരു തോട്ടിലാണ് നമ്മളെല്ലാവരും പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും ആക്ച്വലി നാളെ മരണപ്പെടും. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ കുറച്ച് കാലം എന്തായാലും ജീവിച്ചേ പറ്റൂ. ആ ജീവിക്കുന്ന സമയം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള റിയൽ ക്ലാരിറ്റിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു ബിസിനസ്സിനെയും ഏതൊരു മനുഷ്യൻ്റെ പെർഫോമൻസിനെയും പുറത്തെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും ബിസിനസ് ഓണേഴ്സിൻ്റെ കൂടെ അവരുടെ ഗ്രോത്തിന്, അവരുടെ റിസൾട്ടിന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുപോകാനായിട്ട് സാധിച്ചതിൻ്റെ ഒരു ബേസിക് ഫാക്ടർ അത്. ഓക്കെ, അപ്പോൾ ആ പെർഫോമൻസ് കൊണ്ടുവരണമെങ്കിൽ ആ വ്യക്തിക്ക് ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത്?
എന്ന് കരുതി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ വ്യക്തി അച്ചീവ് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഞാൻ നിർബന്ധിക്കാറില്ല. ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിയുടെ കൂടെ ഇരിക്കുക ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വൺസ് ആ ക്ലാരിറ്റി കിട്ടിയാൽ ഒരു ഹൈ ലെവൽ ഓഫ് എനർജി ആ മനുഷ്യനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റിലേക്ക് തിരിച്ചു വരാം നമുക്ക്. അതായത് ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചെറിയ രാജ്യത്ത്, അല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വലിയൊരു രാജ്യമാണ്, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉള്ളൊരു രാജ്യം കൂടിയാണ്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. MSME സെഗ്മെന്റിൽ തന്നെ അരുൺ സാർ ഒരുപാട് ബിസിനസ്സുകൾ കാണുന്നുണ്ട്, പല എംപ്ലോയീസും ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും പേരുണ്ടായിട്ടും ഇവിടെ നമ്മൾക്കൊരു വിദേശത്ത് ഇപ്പോൾ ഒരു US നടക്കുന്ന പോലെ ഒരു യൂണിക്കോൺ കമ്പനികൾ ഇവിടെ അത്ര അളവിന് വരാത്തതിൻ്റെ റീസൺ ആക്ച്വലി ഇതുമായിട്ട് എത്രത്തോളം റെലവൻ്റ് ആണ്, കണക്റ്റഡ് ആണ്? നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങൾ, ഇപ്പം പുറമേ ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വാല്യൂ ആണ്. തീർച്ചയായിട്ടും. ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ കുറച്ചിൽ പോലെയാണ് പലപ്പോഴും. അത് എവിടെ നിന്നാണ് ഉണ്ടായത്? നമ്മളുടെ കാരണവന്മാർ മുതലേ നമ്മൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന കുറേ ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റം മാറണമെങ്കിൽ നമ്മളുടെ ബിസിനസ് ഓണേഴ്സിന്റെ, ലീഡേഴ്സിന്റെ, ടീമിന്റെ ഒക്കെ ആ ഒരു ഐഡന്റിറ്റി നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ക്രിയേറ്റർ ആണ്, നമ്മൾ മനുഷ്യനാണ്, നട്ടെല്ല് നിവർന്ന് നടക്കുന്ന ആളുകളാണ്, മൃഗങ്ങളെ പോലെ ഇങ്ങനെ വളച്ചു പിടിച്ചിട്ടല്ല നടക്കുന്നത് എന്നുള്ളതിൻ്റെ ബോധം നമുക്ക് ആദ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അജയ്. അതിനുള്ളൊരു യുദ്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബിലീഫ് സിസ്റ്റം വരുന്ന പോയിന്റിലാണ് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. യെസ്. അപ്പോൾ അതുണ്ടാവണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്ന ആളായിട്ട് മാറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 5 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിനുള്ളിലായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അവിടെ ബിലീഫ് സിസ്റ്റം മാറുകയാണ്. പറയുന്ന കാര്യം ഞാൻ ചെയ്തു. ഈ ഒരു ആഴ്ചയിൽ ഞാനൊരു ചെറിയ കാര്യം ചെയ്യുന്നു പറഞ്ഞു, ഈ ഒരു ആഴ്ചയിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ബിലീഫ് സിസ്റ്റം മാറി. പറയുന്ന കാര്യം ചെയ്യുന്ന ആളായിട്ട് ഈ ഒരു ആഴ്ച ഞാൻ ജീവിച്ചു. ഇങ്ങനെയുള്ള 4 ആഴ്ചകൾ ഞാൻ ക്രിയേറ്റ് ചെയ്താൽ ഈ മാസം ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്ന ആളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റി. ഇങ്ങനെ 12 മാസം നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ നമ്മളുടെ ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. ഓക്കെ. ഇങ്ങനെ ആ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറേ പണിയെടുക്കാനുണ്ട്. സോ ആ കോർ വാല്യൂവിൽ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ റെലവൻസ് ഇപ്പോൾ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതായത് ആ ഒരു കാര്യമാണ് ഈ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നത് അല്ലേ? നമുക്ക് ഇപ്പോൾ ഒരു 10 കോടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഓണറിന് 100 കോടിയിലേക്ക് മാറണമെങ്കിൽ അദ്ദേഹത്തിന് ഈ 10 കോടിയുടെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് 100 കോടി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. കാരണം എൻ്റെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 100+ CR ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. 1 CR നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. ആ വ്യക്തി 10 ലക്ഷം രൂപയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഐഡന്റിറ്റിയിലല്ല 1 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉള്ള സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഉണ്ടായത് ആ 1 CR നെറ്റ് പ്രോഫിറ്റ് എടുക്കാനുള്ള ഐഡന്റിറ്റിയാണ്, ആ ഒരു കേപ്പബിലിറ്റിയാണ്, ആ സ്കിൽ സെറ്റാണ്, ആ വില്ലിങ്നെസ് ആണ്. അവിടെ നിന്നാണ് അവൻ അത് ഉണ്ടാക്കിയെടുത്തത്. അവിടെ നിന്ന് ആ വ്യക്തി എന്തുകൊണ്ട് ഗ്രോത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, ഗ്രോത്ത് എന്നുള്ളത് ആ വ്യക്തിയുടെ വാല്യൂ സിസ്റ്റമായി മാറി. അങ്ങനെയാണ് വാല്യൂ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. നമുക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കണം. അതല്ലാതെ ഒരു ഉച്ചവരെയുള്ള ഒരു സെഷനിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല വാല്യൂ സിസ്റ്റം. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പണായിട്ട് അരുൺ സാർ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്ത് 1-to-1 ഇരുന്ന എക്സ്പീരിയൻസ് ഉണ്ട്, ഇറങ്ങിച്ചെന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ കോർ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ബിസിനസ്സുകാരിൽ മാത്രമല്ല പബ്ലിക്കിലേക്ക് നോക്കുകയാണെങ്കിലും വളരെ ചുരുക്കം ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ യഥാർത്ഥത്തിൽ? അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വാല്യൂ സിസ്റ്റം ഉണ്ട്. അതിൽ ഒറ്റ കാര്യമുള്ളൂ, വാല്യൂ സിസ്റ്റം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. വാല്യൂ സിസ്റ്റം എല്ലാവർക്കും ഉണ്ട്. ആരാ ആണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? ഈ വാല്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആവണം, പോസിറ്റീവ് ആവണം. വാല്യൂ സിസ്റ്റത്തിന്റെ അകത്ത് ശരി തെറ്റൊന്നും ഇല്ല അജയ്. അതായത് ഒരാളുടെ ഡീപ്പായിട്ടുള്ള ഒരു തോട്ട്, അവൻ പ്രാക്ടീസ് ചെയ്യുന്ന അവന്റെ ഹാബിറ്റ് സിസ്റ്റം, അവൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതിന്റെ അവന്റെ ധാരണ, അത് മാത്രമേ ഉള്ളൂ. ഇതാണ് മറ്റൊരു പ്രശ്നം. നമ്മൾ ചെറുപ്പം മുതലേ ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയും തെറ്റൊന്നും ആരും ഉണ്ടാക്കിയതൊന്നും അല്ല, അതെല്ലാം റിലേറ്റബിൾ ആണ്. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക് പോകണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ശരികളായിട്ടുള്ള വാല്യൂ സിസ്റ്റം നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ചില സിസ്റ്റം ഉണ്ട്, ചില റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യപ്പെടണം. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രോത്തിലേക്ക് നമുക്ക് വേണ്ടുന്ന വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നാണ്
അതേപോലെ തന്നെ ഡീഗ്രോത്തിനും അല്ലെങ്കിൽ ലൈഫിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനും വേണ്ട വാല്യൂ സിസ്റ്റം മറ്റൊന്നാണ്. സോ ഇതിൽ ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് ഡ്രൈവ് ചെയ്യപ്പെടുന്ന ഒരു വാല്യൂ സിസ്റ്റം എത്തരത്തിലാണ് നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ചലഞ്ച് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്? അജയ്, ഈ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രോത്തിൻ്റെ ഡെഫിനേഷൻ അല്ല മറ്റൊരാളുടെ ഗ്രോത്തിൻ്റെ ഡെഫിനേഷൻ. തീർച്ചയായിട്ടും അജയുടെ ഗ്രോത്തിൻ്റെ ഡെഫിനേഷൻ അല്ല അജയുടെ സുഹൃത്തിൻ്റെ ഗ്രോത്തിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതിന് പ്രാക്ടീസ് ചെയ്യേണ്ട വാല്യൂ സിസ്റ്റം ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആളുകൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, എന്ത് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് കോമൺ ആയിട്ട് കുറേ ആളുകൾക്ക് അറിയാം. പക്ഷെ എന്താ ചലഞ്ച്? ഞങ്ങളതിനെ പറയുന്നത് ദുര്യോധന സിൻഡ്രോം എന്നാണ്. അതായത് ശരി എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ശരി ചെയ്യാൻ പറ്റുന്നില്ല. തെറ്റ് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ എത്രയോ കാര്യങ്ങൾ ഇത് ചെയ്യരുത് ഇന്ന് മുതൽ എന്ന് തീരുമാനിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് ചെയ്യുന്നു അല്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട പ്രാക്ടീസിനെ ഐഡന്റിഫൈ ചെയ്ത് അത് കൂടുതലായിട്ട് ചെയ്യാൻ നമുക്ക് ഒരു എഫേർട്സ് എടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് കുറച്ച് വയ്ക്കാം. ആ കുറച്ച് വയ്ക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മളത് വീണ്ടും പോയി ചെയ്യും. അതുകൊണ്ട് ചെയ്യേണ്ട പ്രയോറിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡിസ്കഷൻ വരുമ്പോൾ, ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു ആൾ അത് പെർഫോം ചെയ്യും. ആ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യപ്പെടുമ്പോൾ അവനത് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് അവനൊരു കിക്ക് കിട്ടി തുടങ്ങും. ഓ, ഞാൻ ചെയ്യുന്ന വർക്കിന് എനിക്കൊരു ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു ലഹരിയാക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാല്യൂ സിസ്റ്റത്തിലേക്ക്, അങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് ആവുക, സറണ്ടേഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ വന്നിരിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ അതിലേക്ക് കമ്മിറ്റഡ് ആവുക എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ആളുകൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒക്കെ വേണ്ട ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ ബ്രേക്ക് ആവും, പഴയ ബിലീഫ് സിസ്റ്റത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. അതേപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മൾ ലൈഫിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോൾസ് സെറ്റ് ചെയ്യാനോ പ്ലാൻ ഉണ്ടാക്കാനോ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം പലപ്പോഴും പലരും ചെയ്യുന്നത് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ നെറ്റ്ഫ്ലിക്സിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ പ്രൈം വീഡിയോൻ്റെ മുന്നിലോ ഒക്കെ സ്പെൻഡ് ചെയ്യും വളരെ ഈസി ആയിട്ട്. സോ അതിനെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് അടുത്ത് വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യാനായിട്ടൊരു പേഴ്സൺ എങ്ങനെയാണ് ശരിക്കും സാധിക്കുക? അത് ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സയൻസാണ്. അതായത് നമ്മുടെ ബോഡിയിൽ നമ്പർ ഓഫ് ഹോർമോൺസിൻ്റെ ഒരു കളി നടക്കുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യം അജയ് പറയുമ്പോൾ, നെറ്റ്ഫ്ലിക്സിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് വേറൊരു OTT പ്ലാറ്റ്ഫോം അല്ല. നെറ്റ്ഫ്ലിക്സിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് സ്ലീപ്പിനെയാണ്. ഉറക്കം എങ്ങനെയാണ് ആളുകളിൽ കുറച്ച് നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ടുള്ള സമയം കൂട്ടിയെടുക്കുക എന്നുള്ള റിസർച്ച്, സയൻറ്റിഫിക് സ്റ്റഡീസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പ്രോസസ്സൊക്കെ അവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഡോപ്പോമിൻ എന്ന് പറയുന്ന ഹോർമോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കിക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. കാരണം ഡോപ്പോമിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, നമ്മൾ ആ ഹാപ്പിനെസ്സിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പക്ഷേ ഇതേ ഡോപ്പോമിൻ, ഇത്ര എമൗണ്ട് ഓഫ് ഡോപ്പോമിൻ നമ്മളുടെ ബോഡിയിൽ നേരത്തെ പറഞ്ഞ റൈറ്റ് ഹാബിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചധികം എഫേർട്സ് ആവശ്യമാണ്. ആദ്യം ആ റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. നമ്മളൊരു മായാലോകത്തുനിന്ന് റിയാലിറ്റിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് എളുപ്പമാണ്. കുറച്ച് കഴിയുമ്പോൾ ലൈഫ് ഇങ്ങനെ ഡീഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റൈറ്റ് എഫേർട്ട് എടുക്കുന്ന കുറച്ച് ആളുകളെ ഒന്ന് നോക്കിയാൽ മതി, അവൻ ഗ്രോത്തിലേക്ക് പോകുന്നത് കാണാം. അത് അവൻ ഗ്രോത്തിലേക്ക് പോകുന്നുണ്ടല്ലോ എന്നുള്ള ജലസിന് പകരം അതൊരു ഇൻസ്പിറേഷനാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അതൊന്നെങ്കിൽ ഇന്ന് മാറ്റാം, അതല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് മാറ്റാം, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് മാറ്റാം. എന്തായാലും ആ എഫേർട്ട് എടുക്കാതെ നമുക്കതിലേക്ക് പോകാൻ പറ്റില്ല. അത് നമ്മുടെ ചോയ്സാണ്. ഇന്ന് വേണം നാളെ വേണം എന്നുള്ളത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ അരുൺ സാറിൻ്റെ അടുത്ത് വരുന്ന ബിസിനസ് ഓണേഴ്സിന് ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? അവരെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്താണ് അരുൺ സാർ ആ ഒരു ഫസ്റ്റ് പ്രാക്ടീസായിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ? ഞാൻ ടെസ്റ്റ് ചെയ്യും.
വളരെ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യും. ഇവർ വന്ന് പറയുന്നു, എനിക്ക് നാളെ ഇത്ര ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം, എനിക്കൊരു മൾട്ടിനാഷണൽ കമ്പനി പോലെ ഒരു ബ്രാൻഡഡ് ഓർഗനൈസേഷനെ എനിക്ക് ബിൽഡ് ചെയ്യണം, എനിക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ആൾ ഇതിലേക്ക് കമ്മിറ്റഡ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മളുടെ ചില ആക്ടിവിറ്റീസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ആ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ആളുകളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ആ പ്രോസസ്സിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഏതൊരു മനുഷ്യനും തീർച്ചയായിട്ടും ചലഞ്ചസ് ഉണ്ടാവും, നമുക്ക് കൺസിസ്റ്റൻസി ചലഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ കാരണം ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ആ വ്യക്തി അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഫ്രണ്ടിൽ വന്ന് പറയുന്ന സമയത്ത് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഷോ അപ്പ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു പക്ഷേ അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ആയിരിക്കാം, ചിലപ്പോൾ എന്താണ് നമ്മൾ പറയുന്നതിന് ഓപ്പോസിറ്റ് ചെയ്തിട്ടായിരിക്കാം. പക്ഷെ റിയാലിറ്റിയിൽ വന്നിട്ട് സത്യം പറയാൻ നമ്മളുടെ അടുത്ത് ഒരാൾക്ക് പറ്റിയാൽ, സത്യസന്ധമായിട്ട് നിൽക്കാൻ പറ്റിയാൽ, ആ പോയിന്റിൽ നിന്ന് നമുക്ക് അടുത്ത ഗ്രോത്തിന്റെ പ്രോസസ്സിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുക, നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മീറ്റിംഗ്സ് മാറ്റിവെക്കും, അതിനുള്ള ശ്രമം നടത്തും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒളിച്ചോടും, ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കും. ശബ്ദം ഇടറിയിട്ടാണെങ്കിലും സത്യം പറഞ്ഞുകൊണ്ട് ഇതാണ് സംഭവിച്ചതെന്ന് ഒരു മനുഷ്യന് ഈ ഒരു സിസ്റ്റത്തിൽ വന്ന് പറയാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ആ വ്യക്തിയെ നമുക്ക് റിസൾട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ഗ്രോത്തിന്റെ ജേർണി ഒന്ന് അരുൺ സാറിന് ഒരു എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റും? നമ്പർ ഓഫ് സ്റ്റോറീസ് ഉണ്ടല്ലോ. അതിൽ ഏറ്റവും വലിയൊരു ഒരു മാർജിനിൽ ഗ്രോത്ത് സംഭവിച്ച ഷോർട്ട് പീരീഡിൽ സംഭവിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ലെ, അതിൽ എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, മടിയുള്ള ഒരാളല്ല അദ്ദേഹം. പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ക്ലയൻ്റ് എന്നുള്ള രീതിക്ക് എടുക്കുകയാണെങ്കിൽ മിസ്റ്റർ ഉമ്മർകുട്ടി, ഒരു 10ാം ക്ലാസ് എഡ്യൂക്കേഷനുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു 650 കോടി ടേൺ ഓവർ ചെയ്യുന്ന ഒരു ബിസിനസ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 വർഷത്തോളം ആയിട്ട് അദ്ദേഹത്തിനെ ഞാൻ കോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ ജേണി ഡിഫറെൻ്റ് ആയിരുന്നു, ഇന്ന് എത്തി നിൽക്കുന്നത് വേറൊരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് അദ്ദേഹം അതിന് മുകളിലുള്ള ഒരു വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിനെ ഞാൻ ഇപ്പോഴും കോച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ മെറ്റൽസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 18 ലക്ഷം രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് മന്ത്ലി അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വിതിൻ 5 months നമുക്ക് 1 CR നെറ്റ് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇത് ബാലൻസ് ഷീറ്റിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഫിഗറാണ്. ഇങ്ങനെ ഒരുപാട് കമ്പനീസ് നമുക്ക് ഇവിടെ കൊണ്ടോട്ടിയിലുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ഫസലുൽ ഹക്ക് എന്ന് പറയുന്ന ഒരു ക്ലയന്റ് ഉണ്ട്. അദ്ദേഹം ഏകദേശം ഒരു 8-9 ബ്രാഞ്ചസ് ഉണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. ഇന്ന് UAE ഉൾപ്പെടെ 22ഓളം ബ്രാഞ്ചസിലേക്ക് അദ്ദേഹത്തിന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചു. പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അജയ്, അതൊരു ഹോളോ ബ്രിക്സും ഇന്റർലോക്കും വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രൊഡക്റ്റ് അല്ല ഇമ്പോർട്ടൻറ്റ്. എല്ലാ മാസവും ബോർഡ് മീറ്റിംഗ് നടക്കുന്ന ഏതെങ്കിലും ഹോളോ ബ്രിക്സ് കമ്പനിയെ അജയ് കേട്ടിട്ടുണ്ടോ? അതൊരു സിസ്റ്റത്തിൽ നിന്ന് ഡ്രൈവ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ കോഡൈസ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു IT കമ്പനിയാണ്, നമ്മുടെ സൈബർ പാർക്ക് കാലിക്കറ്റുള്ള. അപ്പോൾ ജിജിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു ക്ലയൻറ്റ്, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വലിയ ഇമ്പാക്റ്റുകളാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റിലും അവരുടെ ടീമിൻ്റെ കാര്യങ്ങളിലും ലീഡർഷിപ്പിലും. ഇതിൽ ഇപ്പോൾ ഈ നമ്മളൊരു 18 lakhs പെർ മന്ത് നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നതിൽ നിന്നും 1 CR ഒരു മന്ത് നെറ്റ് പ്രോഫിറ്റിലേക്ക് 5 മാസം കൊണ്ട് എത്തുക എന്ന് പറയുമ്പോൾ അവിടെ ആ ബിസിനസ് ഓണറുടെ മൈൻഡ് സെറ്റിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു മൈൻഡ് സെറ്റിൽ അരുൺ സാറിന് എത്രത്തോളം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അത് എത്തരത്തിലാണ് അത്തരത്തിലുള്ള ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത്? പലപ്പോഴും ബിസിനസ് ഓണേഴ്സിന് പല ആഗ്രഹങ്ങളുണ്ടെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള തോട്ട് പ്രോസസ്സിലേക്ക് നമ്മുടെ ടീമിനെ അലൈൻമെന്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയ ഗ്യാപ്പ്. എപ്പോഴും കമ്മിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ബിസിനസ് ഓണേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അവർ റെഡിയാണ് വർക്ക് ചെയ്യാനും, പക്ഷെ അവർക്ക് അവരുടെ ടീമിനെ അവർ ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്യാപ്പ്. നമ്മൾ ആദ്യം സോൾവ് ചെയ്തത് ആ ഒരു വിഷനിലേക്ക് ഈ ടീം മെമ്പേഴ്സിനെ പ്രോപ്പറായിട്ട്, പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ടീമിനെ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചലഞ്ച്. അത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി. പിന്നീട് നമ്മൾ ചെയ്തത്, ഈ കേരളത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു SOP വെച്ചുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു KRA KPI ഒക്കെ സെറ്റ് ചെയ്ത്, അതായത് ഒരു വ്യക്തി ഇന്ന റോളിൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് 1 വർഷത്തേക്ക് 3 വർഷത്തേക്കും 5 വർഷത്തേക്കൊക്കെ ഒറ്റ പ്ലാനിൽ ആളുകൾ ഇങ്ങനെ കുറേ ഡോക്യുമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് എല്ലാ ക്വാർട്ടറിലും ഈ വ്യക്തി
നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ടാർഗറ്റിനനുസരിച്ച് എന്തൊക്കെ ആക്ടിവിറ്റീസിലൂടെ പോകണം എന്നുള്ളതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യിച്ച് വീക്കിലി റിവ്യൂയിലൂടെയൊക്കെ നമുക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിൽ അവരുടെ പ്രൊഡക്റ്റ് ലൈൻ എടുത്തു, അതിനുശേഷം ചെറിയ പ്രൊഡക്റ്റിൽ ഉൾപ്പെടെ എന്ത് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതിനെ മെഷർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത്, മാർജിൻ കൂടുതൽ ഏതാണ് വേണ്ടത്, ഏത് ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏത് മാർക്കറ്റിൽ നമുക്ക് കളിക്കണം, ഇങ്ങനെ പറയുന്ന റൈറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ഹൈലി ഇൻ്റലക്ച്വൽ ടൂൾസിൻ്റെ ലെവണക്സ് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള നമ്പർ ഓഫ് ടൂൾസ് ഉണ്ട്. ടൂൾസിൻ്റെ സപ്പോർട്ടോട് കൂടി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സിമ്പിൾ ആയിരിക്കണം ഈ ടൂളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചതിന്റെ ഇമ്പാക്റ്റ് ആണ് ഇതൊക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു ഗോള് അല്ലെങ്കിൽ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി വന്ന സമയത്ത്, അപ്പോൾ ആഗ്രഹിച്ച ഗ്രോത്തിനെ പറ്റി ആദ്യം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു കോച്ച് എന്നുള്ള രീതിയിൽ അരുൺ സാർ ചലഞ്ച് ചെയ്യുമല്ലോ ആ വ്യക്തിനെ. അപ്പോൾ ആ ഒരു ടെസ്റ്റ്, നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ചെയ്ത സമയത്ത് അരുൺ സാറിന് ഈ വ്യക്തിയിൽ ആ ഐഡൻറ്റിറ്റി ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതോ അതിനെ ആ ഐഡൻറ്റിറ്റി ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പിന്നീട് ഇതിനെ വർക്കൗട്ട് ചെയ്തത്? അജയ്, ഇവിടെ ഇപ്പോൾ ഉമർകുട്ടി സാറിനെ പോലുള്ള ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹൈ പെർഫോമർ ആയിട്ട് നിൽക്കുന്ന സൊസൈറ്റിയിൽ ഇത്രയും വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെന്തിനാണ് ഒരു കോച്ചിങ് സിസ്റ്റം എടുക്കുന്നത് എന്നുള്ളതിൻ്റെ നല്ല ധാരണയുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. അതായത് ഇവിടെ ഒരു വ്യക്തിയുടെ കോച്ചിങ് എടുക്കുമ്പോൾ ആ വ്യക്തിയിലേക്കല്ല ആൾ സറണ്ടേഡ് ആവുന്നത്, ഒരു പ്രൂവൺ സിസ്റ്റത്തിനോടാണ്. ആ പ്രൂവൺ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധത്തോടു കൂടി ഒരാൾ വന്നിരുന്നാൽ അവിടെ കോൺഫ്ലിക്ട്സുകളൊന്നുമില്ല. അവിടെ ക്ലയൻറ്റും കോച്ചും കണക്ട് ചെയ്യപ്പെടുന്നത് ഒരൊറ്റ എലമെൻറ്റിലാണ്. ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗോളിലേക്ക് എത്തണം, ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. അതല്ലാതെ നമ്മൾ ഓക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വേറെ രീതിയിൽ കാണുമ്പോൾ അതൊരു ചലഞ്ചാണ്. പലപ്പോഴും അങ്ങനെ വരുന്ന ക്ലയൻസിനാണ് നമുക്ക് സമയം കൂടുതൽ എടുക്കുക, എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തോണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ പറഞ്ഞൊരു കാര്യത്തിലേക്ക് സറണ്ടർ ചെയ്ത് നമ്മൾ വളരെ എന്താ പറയുക റിപ്പോർട്ടഡ് ആയിട്ട് നിൽക്കുക, അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ബിസിനസ്സിൽ മാത്രമല്ല ലൈഫിലും നമ്മൾ ആഗ്രഹിച്ച ഗ്രോത്ത് എത്തണമെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കിന് വളരെയധികം പ്രസക്തി ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ അക്കൗണ്ടബിൾ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ചോദ്യം വരില്ല, ഇവാലുവേറ്റ് ചെയ്യപ്പെടില്ല, ഇത് ആരെയും ബോധിപ്പിക്കണ്ട എന്ന് പറയുന്ന സിറ്റുവേഷനിൽ അജയ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്യും. ഇത് കാണാനും ആരുമില്ല. തീർച്ചയായിട്ടും ആരും ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ ജനിച്ച് വളർന്നു വന്നത് തന്നെ ഈ അപ്രീസിയേഷൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ എന്നുള്ള ഒരു പാറ്റേണിൽ ജീവിച്ച് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്കോർ ബോർഡ് ബേസ്ഡ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നമ്പർ ഡ്രിവൺ ആണ്. ഈ നമ്പർ കുറഞ്ഞാൽ നമുക്ക് വേദനിക്കും, നമ്പർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. ഇപ്പോൾ ക്രിക്കറ്റിൽ സ്കോർ ബോർഡ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ബിസിനസിന്റെ നമ്മുടെ സ്കോർ ബോർഡ് എന്താണെന്നുള്ളതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ നമ്പർ കൂട്ടാൻ വേണ്ടി ഇന്ന ആക്ഷൻ എടുക്കണം. ഈ ക്ലാരിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സിമ്പിളാണ്. തീർച്ചയായിട്ടും. സോ നമുക്ക് ഗ്രോത്തിനെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് അരുൺ സാർ തീർച്ചയായിട്ടും ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും ആളുകളുടെ ലൈഫിൽ ആ സക്സസ് കൊണ്ടുവരാൻ സാധിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്. അങ്ങനെയല്ല ജയ്. അതായത് ആധികാരികത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവുന്നു. അതെ, തീർച്ചയായിട്ടും. റിസൾട്ട് ഉണ്ടാവുന്നതിന്റെ റീസണെ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നു, അതിനെ ഒരു സിസ്റ്റമാക്കി മാറ്റുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അജയ് മനസ്സിലാക്കേണ്ടത്, ഇത്രയും ആളുകളുടെ അക്കൗണ്ടബിലിറ്റി കോച്ചായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു, ലെവണക്സ് ടീം വർക്ക് ചെയ്യുന്നു. എന്നെ കോച്ച് ചെയ്യാനും കോച്ചസ് ഉണ്ട്. ഞാനും ഈ അക്കൗണ്ടബിലിറ്റിയിൽ ഇരിക്കുന്ന വ്യക്തി തന്നെയാണ്. ഓക്കെ, എൻ്റെ ടീമിനെ കോച്ച് ചെയ്യാനും കോച്ചസ് ഉണ്ട്. അപ്പോൾ അവരും അക്കൗണ്ടബിലിറ്റിയിൽ ഇരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ആ അക്കൗണ്ടബിലിറ്റിയിൽ ഈ ലോകത്തുള്ള ഏതൊരു പെർഫോമർ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ പെർഫോമൻസ് താഴെ പോവും. ഓക്കെ, അത് ഒരു ലോകം സത്യമായതുകൊണ്ട് നമ്മൾ അതിൽ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഗ്രോത്ത് നമ്മൾ പുറമെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഗ്രോ ആയോ എന്നുള്ളത് ചിന്തിക്കുന്ന സമയത്ത് എന്താണ് അരുൺ സാറിൻ്റെ തോട്ട്സ് യഥാർത്ഥത്തിൽ? നേരത്തെ പറഞ്ഞ സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, ബിൽഗേറ്റ്സിനെ ബീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സ്റ്റോറിയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അജയ്, നമ്മൾ കഴിഞ്ഞ
ജൂലൈ 3 ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, 11X ഗ്രോത്ത് റെവല്യൂഷൻ 2025 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അതിൽ 100-ലധികം വരുന്ന ബിസിനസ് ഓണേഴ്സ്, ബിസിനസ് കമ്പനീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 200ഓളം പാർട്ടിസിപ്പൻസ് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. ഈ കുറച്ച് ആഴ്ചകളിൽ ഞാൻ ഈ ബിസിനസ് ഓണേഴ്സായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്തൊക്കെ ആണ് ആ കമ്പനിയുടെ ആവശ്യം, അതിൽ ഹയറിങ്ങുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പൊസിഷനിലേക്ക് ആളുകളെ എടുക്കണം എന്നുള്ളതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. അതിൽ കൃത്യമായിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാൻ സെറ്റ് ചെയ്ത് 10ഓളം എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടുള്ള ആളുകൾ, 5 പേരെ ഹയർ ചെയ്തിട്ടുള്ള ആളുകൾ, 3 പേരെ ഹയർ ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എടുക്കുന്നുണ്ട്. അത് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, 100 പേര് ഒരു ആവറേജ് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വിത്ത് ക്ലാരിറ്റിയോട് കൂടി കൃത്യമായിട്ടുള്ള ഗ്രോത്ത് പ്ലാൻ ചെയ്ത് ഒരു സിസ്റ്റത്തിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഈ കഴിഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട് 3 എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 × 3 300ഓളം ആളുകളുടെ ലൈഫിലേക്ക് നമുക്കൊരു വെളിച്ചം വീശാനായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കാൻ ഒരു ടൂളായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റി. അതേസമയം ഞാൻ ഈ ജേണി തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ്സിലാണ് തീർച്ചയായിട്ടും ഉള്ളത്. അത് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ എന്നോട് ഫൈറ്റ് ചെയ്യുന്നു, എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇന്നുള്ളതിനേക്കാൾ നമ്മൾ എത്രത്തോളം നാളെ എത്തി എന്നുള്ളതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് 101% പീസ് ഓഫ് മൈൻഡിലാണ്, ഹാപ്പിനെസ്സിലാണ്, ഗ്രോത്തിലാണ്. ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് ആൻസർ. ആക്ച്വലി ഈ ഒരു ജേണിയിൽ ഈഗോ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഈ ഈഗോ ഏതൊക്കെ ഘട്ടത്തിൽ അരുൺ സാറിനെ പോസിറ്റീവായിട്ട് ബെനിഫിറ്റ് ആയിട്ടുണ്ട്, ഇനി അതിനെ ഓവർകം ചെയ്യുന്ന മൊമെൻറ്റുകൾ വന്നിട്ടുണ്ടോ, അതിനകത്ത് നമുക്ക് സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടോ, ഇനി അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്സ്, അതിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട്സ്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ല, ഈഗോ എന്ന് പറയുമ്പോൾ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളാണോന്നൊന്നും എനിക്കറിയില്ല. എല്ലാ മനുഷ്യർക്കും എല്ലാ ഇമോഷൻസും ഉണ്ട്, ഞാനും അതിലൂടെ കടന്നു പോകുന്ന ആളാണ്. പല ചലഞ്ചസും ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ്. അതായത് നമുക്ക് എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി പറയുന്ന കാര്യത്തെ മാത്രം എടുക്കാനായിട്ട് സാധിച്ചാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ അത് റോങ് ആണോ, അല്ലെങ്കിൽ ഇത് റൈറ്റ് ആണോ, ഇത് എനിക്ക് വേണ്ടതാണോ, ഇത് എനിക്ക് വേണ്ടതല്ലയോ എന്നുള്ളതിനെ നമുക്ക് ആ രീതിയിലേക്ക് കാണാൻ ഞാൻ കൂടുതൽ ശ്രമിക്കാറുണ്ട്. പേഴ്സണലി ആണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയോടൊരു ദേഷ്യം തോന്നുകയോ അല്ലെങ്കിൽ ഈഗോ തോന്നുകയോ ഒന്നും അങ്ങനെ തോന്നാറില്ല. പലപ്പോഴും ക്രിറ്റിസിസംസ് നമുക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ജഡ്ജ്മെന്റുകളെ പേടിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് പലപ്പോഴും ആളുകൾ കൊണ്ടു നടക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ വാല്യൂ അറിയാൻ പറ്റുന്നില്ല. എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്, ഒരാൾക്ക് ഒരാളുടെ വാല്യൂ സ്വന്തമായിട്ട് തിരിച്ചറിയാനും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ, നമ്മുടെ ഇമോഷൻസിൽ നമുക്ക് തന്നെ ഒരു കൺട്രോള് നമുക്ക് കിട്ടും. അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുന്നത്. എല്ലാ ദിവസവും നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈഗോനെ മാറ്റി വെച്ച് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്ത് ഡിസിഷൻസ് എടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റ്, അത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബിൽഡ് ചെയ്തെടുത്തത്? എനിക്ക് അറിയില്ല അജയ്. കാരണം എന്താണെന്ന് അറിയുമോ, നമ്മളൊരു പ്രോസസ്സിലാണ്. അതിലേക്ക് ഇപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന മെച്യൂരിറ്റിയിലേക്ക് എത്തിയെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 വർഷം കഴിയുമ്പോൾ ഒക്കെ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയട്ടെ. ഓക്കെ, ടിൽനോ. പക്ഷേ ഈ ഒരു ജേണിയിൽ, ഇപ്പോൾ ഇതുവരെയുള്ള ജേണിയിൽ തീർച്ചയായിട്ടും അരുൺ സാറിനെ ഞാൻ പേഴ്സണലി എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനെ പല സ്ഥലങ്ങളിൽ അരുൺ സാർ അത് വളരെ വിദഗ്ധമായിട്ട് ടാക്കിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ മുൻപത്തെ നമ്മുടെ സെൽഫിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് എന്തായിരിക്കും യഥാർത്ഥത്തിൽ? കാരണം അത് മേ ബി നമ്മളുടെ കാണുന്ന വ്യൂവേഴ്സിനെ ഒരു പക്ഷേ ഇൻസ്പയർ ആയേക്കാം. അതായത് അജയ് ചോദിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈഗോനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ? തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് പറ്റുക എന്നുള്ളതിനേക്കാൾ ഉപരി അരുൺ സാർ അത് എങ്ങനെയാണ് ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്? അല്ല, ഈഗോ എന്ന് എനിക്ക് ഒരു ക്ലാരിറ്റി തരാമോ, എന്താണ് അജയ് ഉദ്ദേശിക്കുന്ന ഈഗോ? നത്തിങ്. അതായത് ഒരു നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഹോണസ്റ്റ് ഫീഡ്ബാക്ക് ഒരാളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സമയത്ത്, ഹോണസ്റ്റോ അല്ലെങ്കിൽ ഡിസോണസ്റ്റോ ആയിക്കോട്ടെ, അത് കിട്ടുന്ന സമയത്ത്
നമുക്ക് അതിനെ ജഡ്ജ്മെന്റ് ചെയ്യാതെ എടുക്കാൻ റിസീവ് ചെയ്യാൻ പറ്റുകയും, അതായത് ഒരു ക്രിറ്റിസിസത്തിനെയാണോ ഉദ്ദേശിക്കുന്നത്? ക്രിറ്റിസിസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്റ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അതിനെ ജഡ്ജ്മെന്റ് ഇല്ലാതെ എടുക്കാൻ പറ്റുകയും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നല്ലത് എടുത്ത് നമുക്ക് മറ്റുള്ളത് മാറ്റി നിർത്താൻ കഴിയുക എന്ന് പറയുന്ന, നല്ലതെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഗ്രോത്തിലേക്ക് വേണ്ട നമ്മൾ ആ കാര്യങ്ങൾ. വ്യക്തികളിലേക്ക് നോക്കാതിരുന്നാൽ മതി, ആ പറയുന്ന കാര്യത്തിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ആ കാര്യം ശരിയാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടല്ലോ. ഓക്കെ, അത് ശരിയാണ് എന്ന് തോന്നിയാൽ അതിനെ എടുക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എടുക്കുക, കളയാനുള്ള കാര്യമാണെങ്കിൽ അത് കളയുക. ഇതിനുള്ള ഒരു ധൈര്യം ഒരു മനുഷ്യനുണ്ടാവണം. അതിന് ഒരു സെൽഫ് ഇവാലുവേഷൻ കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ കാണുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഒരൊറ്റ കാര്യം, അതായത് വരുന്ന ഒരു വർഷം കൊണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നൊരു എലമെൻറ്റ് ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അത് ഏത് മേഖലയിലായിക്കോട്ടെ, ഇപ്പോൾ അവരുടെ എംപ്ലോയ്മെൻറ്റിലായിക്കോട്ടെ, അവർ ചെയ്യുന്ന ബിസിനസ്സിലായിക്കോട്ടെ, ഇനിയിപ്പം ഹെൽത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, വെൽത്ത് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, ഇത് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അരുൺ സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വൺ ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, അത് നമുക്ക് സർപ്പദൃഷ്ടിയും ആവശ്യമാണ്, ഗരുഡദൃഷ്ടിയും ആവശ്യമാണ്. നമുക്കൊരു ലോങ് ടൈം ഗോൾ നമുക്ക് ഉണ്ടാവണം. അത് 1 വർഷം എന്നുള്ളത് ചില ആളുകൾക്ക് ലോങ് ടൈം ആയിരിക്കാം, 3 വർഷം ലോങ് ടൈം ആയിരിക്കാം. ഈ ലോങ് ടൈം അല്ലെങ്കിൽ 10 വർഷം ലോങ് ടൈം ആയിരിക്കാം. ലോങ് ടൈം ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തീരുമാനിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് അതൊരു ഗരുഡ ദൃഷ്ടിയായിട്ട് കണ്ടാൽ നമ്മളുടെ സർപ്പദൃഷ്ടിയുടെ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യണം, ഈ ആഴ്ച ഞാൻ എന്ത് ചെയ്യണം, ഈ മാസം, ഈ ക്വാർട്ടർ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുത്ത് ആ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യം ആ ചെറിയ ചെറിയ സക്സസ്സിനെ എക്സ്പീരിയൻസ് ചെയ്യുക, അതിന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ വീണ്ടും റീഡിഫൈൻ ചെയ്യുക. അതിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്ത് ആ പ്രയോറിറ്റീസിനെ നമ്മളുടെ കലണ്ടർ പ്ലാനിങ്ങിലേക്ക് ടൈം കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. യെസ്. സോ ഇത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആക്ച്വലി ഗ്രോത്തിൻ്റെ പല ഏരിയാസിലേക്ക് നമ്മൾ വളരെ ഡെപ്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാണുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് അരുൺ സാറിന് എന്താണ് ഒരു വൺ ലൈനറായിട്ട് ഈ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? അങ്ങനെ പ്രത്യേകിച്ച് അഡ്വൈസ് ഒന്നുമില്ല അജയ്. ഇപ്പോൾ അജയ് എന്നോട് കൂടുതൽ ചോദിച്ചത് ഗ്രോത്തിനെ കുറിച്ചായതുകൊണ്ട് അതുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വലിയ ഗോൾ ഫിക്സ് ചെയ്തു, എത്ര വലിയ ഗോൾ ഫിക്സ് ചെയ്തില്ല എന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇന്നത്തേതിനേക്കാൾ മികച്ചതാവുക നാളെ എന്ന് പറയുന്ന ഒരു തോട്ടിൽ ജീവിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, പലപ്പോഴും നമ്മൾ ഒരു ഗോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളോ ഡിസയറോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ലൈഫിൽ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓക്കെ, അത് ഞാൻ അന്ന് കണ്ട സ്വപ്നം അത്രയും വലുത് സ്വപ്നം കാണണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചിട്ട് ഇന്നൊരു വളരെ മിനിമൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനമെടുത്തു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അച്ചീവ്മെൻറ്റ് അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലൈഫിൽ നാളെ കാണാൻ ഇടയായാൽ ആ സമയത്തും ഇതേ മൈൻഡ് സെറ്റിൽ ഇവന് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും പറ്റാറില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ കണ്ട സ്വപ്നം എന്താണോ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള മിനിമം ഒരു ഇത്ര സമയം നമ്മൾ എഫോർട്ട് എടുക്കുക, ഇന്നലത്തേതിനേക്കാൾ മികച്ചതാവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ.